യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവം സഹായിക്കട്ടെ. കൂട്ടായിരിക്കട്ടെ. കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദികളെ അറിയിക്കുകയാണ്. സ്വർഗീയ പിതാവിൻ്റെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ മീറ്റിങ്ങിന്റെ ലൊക്കേഷൻ ഒന്ന് മാറിയത് കൊണ്ട് ആളുകളെയും ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ പലപ്പോഴും വീണ്ടും ഫൗണ്ടേഷൻ മുതൽ വീണ്ടും തുടങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ട്. ഈ മീറ്റിങ്ങിന് ആദ്യമായിട്ട് വരുന്നവരാരെങ്കിലും എനിബഡി? യെസ്, യെസ്, പ്രൈസ് ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, മോസ്റ്റ് വെൽക്കം. ഓക്കെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, തുണയ്ക്കട്ടെ. അതോടെ സ്ഥലങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ശ്രവിക്കുന്ന അല്പകാല ജീവികളായ എല്ലാ മനുഷ്യർക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കുറച്ച് ഓക്സിജനും കൂടി നമുക്കിവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഓക്സിജന്റെ അളവ് സ്വർഗത്തിലെ ദൈവം സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഒരു അല്പം പോലും ഓക്സിജൻ ഇവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ ഉള്ള സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഈ തീർന്നു പോകുന്ന ജീവനെ തീരാത്ത ജീവനായി തീർക്കുവാൻ തക്കവണ്ണം ദൈവം ഓരോരുത്തർക്കും ബുദ്ധി ഉപദേശിക്കുകയാണ് ശുശ്രൂഷയിലൂടെ ചെയ്യുന്നത്. സ്വർഗസ്ഥ പിതാവ് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന ഭാവിയെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഭൂമിയിൽ എല്ലാവരും ചെയ്യുന്നത് മനുഷ്യർക്ക് വേണ്ടി ഒരു ഭാവി ഒരുക്കുകയാണ്. മനുഷ്യർക്ക് വേണ്ടി ഒരു ഭാവി ഒരുക്കുകയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഓൾറെഡി ഒരു ഭാവി ഒരുക്കിയിട്ടുണ്ട്. അത് എന്താണെന്ന് നാം മനസ്സിലാക്കി അതിലേക്ക് നാം ലക്ഷ്യം വെച്ച് ദൈവം വെച്ച പ്രവൃത്തി ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. ഭൂമിയില് ആദ്യമായിട്ട് വന്നവർക്ക് ഒരു വാക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊള്ളട്ടെ. എൻ്റെ പേര് ജഡത്തിൽ എൻ്റെ മാതാപിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പേര് ഷാജി ജോസഫ് ആണ്. അതെൻ്റെ മരിക്കുന്ന ജീവിതത്തിൽ ഇട്ടിരിക്കുന്ന പേരാണ്. ഇനി മരണമില്ലാത്ത ജീവിതത്തിൽ എനിക്ക് മറ്റൊരു പേരുണ്ട്. ആ പേരിട്ടിരിക്കുന്നത് എൻ്റെ മരണമില്ലാത്ത അപ്പനാണ്, സ്വർഗസ്ഥ പിതാവാണ്. മരിക്കുന്ന പേര് റേഷൻ കാർഡിലുണ്ട്, ആധാർ കാർഡിലുണ്ട്. മരിക്കാത്ത പേര്, മരണമില്ലാത്ത ആ ജീവന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ. ഇതാണ് അതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ജനറലി പറഞ്ഞാൽ ലൈഫ് കോച്ചാണ്. ലൈഫ് കോച്ച് ആരെപ്പോലെ? യേശുവിനെ പോലെ. യേശു വന്നത് ജീവൻ കൊടുക്കാനാണ്, ലൈഫ് കൊടുക്കാനാണ്. അതുപോലെ നമ്മൾ ആ ലൈഫ് സ്വീകരിക്കാനുള്ള ബുദ്ധിയും ഒന്നും നോർമലി നമുക്കില്ല. പകരം നമ്മൾ ചെല്ലുന്നത് സ്വർഗത്തിൽ ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. ഞാൻ എൻ്റെ മോനെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. ആ മോനെ ആർക്കൊക്കെ മോനെ സ്വീകരിക്കുന്നോ അവർക്കൊക്കെ ജീവനുണ്ട്. ഇതാണ് എൻ്റെ സാക്ഷ്യം. പുത്രനില്ലാത്തവന് ജീവനില്ല, പുത്രനുള്ളവന് ജീവനുണ്ട് എന്നൊരു സാക്ഷ്യവും സ്വർഗസ്ഥ പിതാവ് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എന്നിട്ട് യേശു ഞങ്ങളോട് ശിഷ്യന്മാരെല്ലാവരോടും പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നെ എൻ്റെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുകയാണ്. അപ്പോൾ നിങ്ങളെ അയക്കുന്നതിന് വേണ്ടിയാ? എന്നെ എൻ്റെ പിതാവ് അയച്ചതുപോലെ. എന്നെ എന്തിനാ അയച്ചേ? മനുഷ്യർക്ക് ജീവൻ കൊടുക്കാൻ. അപ്പൊ നിങ്ങളെ അയക്കുന്നതിന് വേണ്ടിയാ? മനുഷ്യർക്ക് ജീവൻ കൊടുക്കുക. ഇതേ സംഭവം പറഞ്ഞ ലൈഫ് കോച്ച്. ഹല്ലേലൂയ, ലൈഫ് കോച്ച്. ഇത് ഇങ്ങനെ പരിചയപ്പെടുത്തുവാനായിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആയിരിക്കും ഇങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ആ പ്രൊഫഷണലുമായിട്ടുള്ള ബന്ധത്തിൽ, ജോലിയുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഒരിക്കലും ഞാൻ ദുബായിൽ നിന്ന് എങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ എൻ്റെ അടുത്ത പോലത്തെ 2 യൂറോപ്യൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പരിചയപ്പെടുമ്പോൾ അതില് ഓരോരുത്തരും അങ്ങോട്ട് പരിചയപ്പെട്ടപ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചു, നിങ്ങളുടെ ജോലി എന്താണ്? അപ്പോ പരസ്പരം പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഐ എം എ ലൈഫ് കോച്ച്. അപ്പോ അവർ ആകെപ്പാടെ അതിശയപ്പെട്ടു. എന്താ ഈ ലൈഫ് കോച്ച് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ അതിശയപ്പെട്ടില്ലേ? എന്താ പറഞ്ഞ ഡോക്ടറെന്നോ എഞ്ചിനീയറെന്നോ വേറെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലായി തന്നെ. ഈ ലൈഫ് കോച്ച് എന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ല. അപ്പൊ അവരിങ്ങനെ സംശയത്തോട് നിന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ക്രിക്കറ്റ് കോച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. ഫുട്ബോൾ കോച്ചോ? അതും കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു കോച്ചാണ് ലൈഫ് കോച്ച്. ഇതുപോലൊരു കോച്ചാണ് ലൈഫ് കോച്ച്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇതിനാണ് കോച്ചിങ് വേണ്ടത്. എല്ലാവർക്കും ആകെപ്പാടെ ഇച്ചിരി ജീവനേ ഉള്ളൂ. ആ ജീവനും കൊണ്ടാണ് ഇവരെല്ലാവരും കളിക്കണേ. ഭയങ്കര കളി കളിക്കണേ കൊച്ചു ജീവൻ കൊണ്ട്. ഒരമ്മച്ചി ഒരു ചെറിയ കുറ്റി LPG ഗ്യാസുമായി അടുക്കള കയറിയത് പോലെയാ. നമ്മൾക്ക് കൊച്ചു കുറ്റി ജീവനേ ഉള്ളൂ. ഇതാണ് ആ കുറ്റി. മനസ്സിലായില്ലേ? കുറച്ച് ജീവനേ ഉള്ളൂ. അതിപ്പോ തന്നെ തീരും. ഓരോ പ്രാവശ്യം കഞ്ഞിയും കറിയും വെക്കുമ്പോ അമ്മച്ചിയുടെ എന്താ ഇപ്പൊ ഗ്യാസ് ഇപ്പൊ തീരും, ഗ്യാസ് തീരുന്ന. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ചിന്തയെ
ഇല്ല. നമ്മൾ ഇവിടെ അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അങ്ങ് ഇരിക്കുക. ഇപ്പൊ തീരും മോനെ, ഈ ജീവൻ ഇപ്പൊ തീരും. മനസ്സിലാവുന്നുണ്ട്? ഈ ജീവൻ ഇപ്പൊ തീരും. നിന്റെ പ്രശ്നങ്ങൾ, നീ പറയും നീക്ക് പ്രശ്നങ്ങളേ ഉള്ളൂ, ഇപ്പൊ തീരും മോനെ, ഇപ്പൊ തീരും. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ തീരും. ഹല്ലേലൂയ. ഏറ്റവും വലിയ അസുഖമാണെങ്കിലും അതൊക്കെ ഇപ്പൊ തീരും. ഹല്ലേലൂയ. ആ ലൈഫ് തീർന്നാ മതി, പ്രശ്നം മൊത്തം തീർന്നു. പിന്നെ നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പൊ തീരും. ഇപ്പൊ തീരും. ആ ലൈഫ് തീർന്നാ മതി. അതുകൊണ്ട് അതിന്റെ എല്ലാ നീ സാക്ഷ്യം പറഞ്ഞ അസുഖങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഒക്കെ ഇപ്പൊ തീരും. അതായത് നിന്റെ എല്ലാ നന്മകളും എല്ലാ പ്രശ്നങ്ങളും നിന്റെ ചിന്തയിലുള്ളതെല്ലാം ഇപ്പൊ തീരും. മനസ്സിലായോ? ആ ജീവൻ തീർന്നവിടെ തീർന്നു. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിന്റെ പണി എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥ പിതാവാണ് ജീവന്റെ സോഴ്സ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയണം, മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും താൻ മാത്രം അമർത്യതയുള്ളവനുമായ ആ ദൈവം തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തും. അപ്പൊ ആ സ്വർഗസ്ഥ പിതാവാണ് ജീവന്റെ സോഴ്സ്. താൻ മാത്രം അമർത്യതയുള്ളതാ. യേശുക്രിസ്തു ജീവിക്കുന്നത് ആ പിതാവിന്റെ ജീവനാലാണ്. യേശുക്രിസ്തു പറയാണ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ. അപ്പൊ യേശുക്രിസ്തു ജീവിക്കുന്നത് പിതാവിൻ മൂലമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം യോഹന്നാൻ 6-ാം അധ്യായത്തിൽ 5-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ പുത്രന് ജീവൻ ഉണ്ടാകുവാൻ ഗിഫ്റ്റ് വരം കൊടുത്തിരിക്കുന്നു. അപ്പോ ആ ജീവനുമായി പുത്രനുണ്ട്. അതാണ് പുത്രൻ പറയുന്നത്, യഥാ പിതാവ് അയച്ചിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ ജീവനുള്ള പിതാവിന് എന്നെ ഉണ്ട്, ജീവനുണ്ട്. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ എന്നെ തിന്നാൽ ഞാൻ മുഖാന്തരം നിങ്ങളും ജീവിക്കും. അപ്പൊ പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു, ഞാൻ മുഖാന്തരം നിങ്ങൾ ജീവിക്കും. കണ്ടോ, ജീവൻ സപ്ലൈ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടാ പറഞ്ഞ ഐ എം എ ലൈഫ് കോച്ച്. ഹല്ലേലൂയ. അല്ലാതെ ഒരു ആളുകളെ കൂട്ടി ഒരു ക്ലബ്ബ് നടത്തുന്ന പോലെ എന്തെങ്കിലും നടത്തി അവസാനിപ്പിക്കുന്ന പരിപാടിയല്ല ഇത്. ഇത് ജീവൻ കൊടുക്കുന്ന പരിപാടിയാണ്. ഹല്ലേലൂയ. അപ്പോ തീർന്നു പോകുന്ന ജീവൻ കണ്ടിട്ടില്ല? ജീവൻ തീർന്ന ആളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല എങ്കിൽ അടുത്ത ദിവസം തന്നെ ഏതെങ്കിലും മരണ വീട്ടിൽ പോവാം. എന്തിനാ വന്നെന്ന് ചോദിച്ചാൽ, ജീവൻ തീർന്ന ആളെ കാണാൻ പാസ്റ്റർ ചോദിച്ചപ്പോൾ എനിക്ക് മിടുത്തം കിട്ടില്ല. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം ചിലരിങ്ങനെ ഒരു പെട്ടിക്കുള്ളിൽ ഇങ്ങനെ കിടത്തി കാണാം. അതിൽ അതിവിടെ ഒരു കെട്ടുണ്ട്, അത് ഈ ആന്റി കെട്ടിയിരുന്ന പോലെ ഇങ്ങനെ ഒരു കെട്ടിട്ടുണ്ടാവും. അത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇറക്കി കിട്ടുള്ളൂ. കാരണം ഇനി എന്ത് ചെയ്യരുത്, ഇനി ഇവന്റെ വാ തുറക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? മൂക്കിൽ 2 പഞ്ഞി വെച്ചിട്ടുണ്ടാവും. ഇനി നീ ശ്വസിച്ചത് മതി, ഓക്സിജൻ ഇല്ല, തീർന്നു. കൈ ഇവിടെ 2 കൂട്ടി കെട്ടിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയാ? ഇത്ര നാളും കൈയെ കാട്ടി പ്രവർത്തിച്ചില്ലേ, മതി, നിർത്ത്. കാലിലെ 2 പേരിലും കൂടി കൂട്ടിക്കിടത്തിട്ടുണ്ടാവും. ഇനി നടക്കണ്ട, മതി. നാളും നടന്നില്ലേ? മനസ്സിലായ? ജീവൻ തീർന്നതാ. അപ്പൊ ഇങ്ങനെ ജീവൻ തീരാൻ പോവാണെന്ന് മനസ്സിലാക്കിക്കോളണം. ഇങ്ങനെ ജീവൻ തീരുന്ന വ്യക്തികളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ജീവനാണ്. ഏറ്റവും അത്യാവശ്യം വേണ്ടത് ജീവനാണ്. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. നമ്മൾ ഇതിക്ക് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് പൈസയാണ്, അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ റുപ്പി ആഗ്രഹിക്കുകയും ശുഭകാലം കാണിക്കുകയും ചെയ്യുന്നവൻ. റുപ്പി അങ്ങനെ ഒരു വചനം ഉണ്ടല്ലോ, ഇല്ലേ? റുപ്പിന്ന് മാറ്റിയാൽ മതി, ബാക്കിയൊക്കെ കറക്റ്റ് ആയിരിക്കും. 1 Petrus 3:10 അങ്ങനെ ഒരു വചനമുണ്ട്. വചനം വായിക്കാൻ ആരെങ്കിലും തയ്യാറാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ആൾ കേൾക്കൂല. അപ്പൊ മൈക്കിലൂടെ വായിക്കാൻ വേണ്ടി ഒരാൾ തയ്യാറായിരിക്കണം. ദൈവത്തിന്റെ വചനം പറയുക ജീവനെ ആഗ്രഹിക്കുകയും. അപ്പൊ നമ്മൾ എന്താ ആഗ്രഹിക്കേണ്ടേ? ജീവനെ ആഗ്രഹിക്കണേ, ഇല്ലേ? ഇതാ ചിലർക്ക് ഇടയ്ക്ക് മത്തി തിന്നണോന്നൊരാഗ്രഹം. പോയിട്ട് പറയും, എടി മോളെ നീ പോണ വഴിക്കേ 1/2 കിലോ മത്തി മേടിച്ചോണ്ട് വരണമെന്ന്, ഇല്ലേ? അല്ല ചേട്ടായി വന്ന വഴിക്കേ അവിടെ ആ ജംഗ്ഷനിൽ ഇത്തിരി മത്തി മേടിച്ചോണ്ട് വരണേ, അതിന്റെ ടേസ്റ്റ് ഒന്നും വേറെ അല്ലേ ചേട്ടായി, ഇല്ലേ? കരിമീന് പോലും ടേസ്റ്റ് ഇല്ല, അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ല പലപ്പോഴും. അപ്പോ ശ്രദ്ധിച്ചേ, അങ്ങനെ ഉള്ള പല ആഗ്രഹം നമുക്കുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു ജീവനെ ആഗ്രഹിക്കുകയും. എന്താഗ്രഹിക്കണം? ബാക്കിയുള്ള ആഗ്രഹമൊന്നും കുഴപ്പമൊന്നുമില്ല, മത്തിയോ രൂപയോ ഒക്കെ നല്ല കാര്യമാ, പക്ഷേ നിത്യപ്രയോജനമില്ല. പക്ഷെ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുമ്പോൾ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ ആഗ്രഹിക്കണ്ടേ? ജീവനെ ആഗ്രഹിക്കണം. ഒന്ന് വായിച്ച ആ വചനം എടുത്തെങ്കിൽ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. ശ്രദ്ധിച്ചേ, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ.
അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. ഇങ്ങനെ ഒരു ആഗ്രഹം ജനിപ്പിക്കണം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു ആഗ്രഹം ജനിപ്പിക്കണം. ഇത് കാഴ്ച ലഭിക്കപ്പെട്ട ഓരോരുത്തരും ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് ഞാനെന്തിനാണ് സുവിശേഷം പറയാം? എന്ത് സുവിശേഷം? സുവിശേഷം നല്ല വിശേഷം എന്നതിന്റെ അർത്ഥം. എന്തൊക്കെ നല്ല വിശേഷമുണ്ട്? ഇതാ മോൻ ദുബായിൽ നിന്ന് വരുന്നത്, നല്ല വിശേഷമല്ലേ? കല്യാണം കഴിച്ച മോള് പ്രഗ്നന്റ് ആയി, നല്ല വിശേഷമല്ലേ? ഇതൊക്കെ ധാരാളം നല്ല വിശേഷങ്ങളുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നല്ല വിശേഷം എന്ന് പറയുന്നത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചിന്ത ഈ മനുഷ്യരോട് പറഞ്ഞ് ഇവരെ മരിച്ചുകൊണ്ടിരിക്കുന്ന, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ജീവനെ അവർക്ക് നിത്യമാക്കി കൊടുക്കുന്ന പദ്ധതിയാണ്. അങ്ങനെ സ്വർഗസ്ഥ പിതാവോട് ഒരുമിച്ച് ക്രിസ്തുവിൽ ജീവിപ്പാൻ ഇവർ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ സുവിശേഷം അറിയിക്കുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന നല്ല വേലയാണ്. പക്ഷേ പറഞ്ഞ് ഒരു ചർച്ചിൽ കൊണ്ട് ആക്കുന്നവരുടെ പ്രവൃത്തി തീർന്നില്ല. അവര് അവിടെ ആരംഭിച്ചു, എന്നാൽ അവർ പൂർത്തീകരിക്കപ്പെടാണ്. ഒരു കാര്യത്തിന്റെ ആരംഭത്തെ നല്ലതാണ് അതിന്റെ അവസാനം എന്ന വിശുദ്ധ ബൈബിൾ പറയുന്നത്. കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്ന ആ പദ്ധതി ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ആദ്യം തന്നെ. ഹല്ലേലൂയ. അവിടെയാണ് നമുക്ക് ആ കണക്ഷൻ കിട്ടുന്നത്. സ്വർഗസ്ഥ പിതാവിൽ നിന്ന്, ആ ജീവന്റെ സോഴ്സിൽ നിന്ന്, ജീവന്റെ മുഖാന്തരം വഴി നമുക്ക് കണക്ഷൻ കിട്ടുകയാണ്. ഹല്ലേലൂയ. ഇപ്പോ ഇടുക്കി മൂലമറ്റം പവർ ഹൗസ്, അവിടെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് പവർ കിട്ടുന്നത് KSEB വഴിയാണ്. ഇവിടുത്തെ കിട്ടിയ ഇതേപോലെ ജീവന്റെ സോഴ്സ് സ്വർഗസ്ഥ പിതാവ. എന്നാൽ നമ്മൾ ആ സ്വർഗസ്ഥ പിതാവുമായുള്ള കണക്ഷൻ ക്രിസ്തു യേശുവിലൂടെയാണ്. ഇവിടുത്തെ കിട്ടിയ ഹല്ലേലൂയ. അങ്ങനെ ഇതുകൊണ്ടാണ് പിതാവ് സാക്ഷ്യം പറയുന്നത്, ഞാൻ എൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. പുത്രനുണ്ടോ നിനക്ക് ജീവനുണ്ട്, പുത്രൻ ഇല്ലയോ നിനക്ക് ജീവൻ ഇല്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ. മനസ്സിലായോ? ആ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പോ നിത്യജീവന്റെ പൂർണ്ണതയിലേക്ക് എത്തുവാനുള്ള സ്റ്റാർട്ടിങ് പോയിന്റ്, ആ കണക്ഷൻ എടുത്തു നമ്മൾ ക്രിസ്തുവുമായി. അങ്ങനെ ആരെങ്കിലും കണക്ഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ കണക്ഷൻ എടുക്കുക. ഇനി ഒരു കാര്യം പറയട്ടെ, നമ്മളുടെ സുവിശേഷം ഇവിടം കൊണ്ട് അവസാനിച്ചു. അതാണ് പ്രശ്നം. ഇവിടെ കൊണ്ട് അവസാനിക്കരുത്, സുവിശേഷം ഇവിടുന്ന് തുടങ്ങണം. മനസ്സിലായോ? യേശു ക്രിസ്തു എന്ന ആ അടിസ്ഥാനം, മൂലക്കല്ല് അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കും ഒരു ദിവസം. ക്രിസ്തുവിന്റെ നാളിൽ അത് പൂർത്തീകരിക്കപ്പെടണം. പക്ഷെ ക്രിസ്തുവിന്റെ നാളിൽ നമ്മൾ തള്ളപ്പെട്ടു പോവുകയാണെങ്കിലോ, നമ്മൾ ആരംഭിച്ചതൊക്കെ വെറുതെ ആയില്ലേ? അപ്പൊ ഇത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതാണ് ലൈഫ് കോച്ചിന്റെ പ്രത്യേകത. ഒരു ലൈഫ് കോച്ച്, ക്രിക്കറ്റ് കോച്ച് ഇതാ കളിക്കാർ കളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും, അങ്ങനെയല്ല കളിക്കേണ്ടത്, ഇങ്ങനെയാണ് കളിക്കേണ്ടത്. ഫുട്ബോൾ കോച്ച് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയല്ല ഇങ്ങനെയാണ്. ഇതേപോലെയാണ് ലൈഫ് കോച്ചിന്റെ പ്രത്യേകത. ലൈഫ് കോച്ച് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയല്ല ഇങ്ങനെയാണ് കളിക്കേണ്ടത്, അല്ലെങ്കിൽ അവസാനം ജയിക്കില്ല, ട്രോഫി കിട്ടത്തില്ല. ഇതേപോലെ തന്നെ യേശുവിന് ഇന്നത്തെ സഭകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കൂണുപോലെ സഭകളാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മുളച്ചു വന്ന, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത, ദൈവം ആഗ്രഹിക്കുന്ന റിക്വയർമെന്റ് ഇല്ലാത്ത സഭകളാണ് ഇന്ന് സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ ശത്രു. അവർ യേശുവിന്റെ പേര് പറഞ്ഞ് സഭകൾ തുടങ്ങി, രക്ഷിക്കപ്പെട്ട ആളുകളെ ചേർക്കുന്നു. പക്ഷെ ലക്ഷ്യത്തിലേക്ക് ജനത്തെ കൊണ്ടുപോകുന്നില്ല. ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല എങ്കിൽ ഇതിനേക്കാൾ നല്ലത് നേരത്തെ അവർ ആയിരുന്ന സ്ഥലമായിരുന്നു. ഏതെങ്കിലും സത്യ
സുവിശേഷം കേട്ട് അവർ ആ പാതയിൽ പോയനെ. പക്ഷെ ഇത് യേശുവിന്റെ പേരും പറഞ്ഞൊരു സഭയിൽ ചേർന്നു. ഇനി അവിടെ ആരാധനയും പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ സമയം കളയുക. ശരിക്കും പറഞ്ഞാൽ മറ്റേതിനേക്കാളും അപകടമാണ് ഇത്. യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ വെളിച്ചമെന്ന് ചിന്തിക്കുന്ന വെളിച്ചം അത് ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ട് എത്ര വലിയത്. അപ്പോൾ ഇരുട്ടിനെ കയറി എന്നാ വിളിക്കണേ? വെളിച്ചം. ശരിക്കും പറഞ്ഞാൽ വെളിച്ചം എന്ന് ഉദ്ദേശിക്കുന്ന ദൈവ ഇഷ്ടത്തെ കുറിച്ച് ഈ പറയണേ. അപ്പൊ നിങ്ങൾ വെളിച്ചം എന്ന് ചിന്തിക്കുന്ന വെളിച്ചം അത് ശരിക്കും പറഞ്ഞാൽ അതല്ല വെളിച്ചം. അങ്ങനെ ആ ഇരുട്ട് നമ്മുടെ ചിന്തയിൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, നമ്മൾ സുവിശേഷമൊക്കെ അറിയിച്ചു, നമ്മൾ എവിടെ പോവും? എവിടെ പോകുന്ന ചിന്തയിങ്ങനെ ഒരാളെങ്കിൽ രണ്ടുപേർക്ക് ബുദ്ധിയുണ്ട് സ്വർഗത്തിൽ പോകുന്ന ചിന്ത. പക്ഷെ ബൈബിൾ ഇങ്ങനെ പറഞ്ഞ ജഡ്ജ്മെന്റ് സീറ്റിൽ യേശു വളരെ വ്യക്തതയോട് പറയുന്നുണ്ട്, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ കയറില്ല. അപ്പൊ നമ്മുടെ ചിന്ത തെറ്റിപ്പോയില്ലേ? പക്ഷെ യേശുവിനെ കർത്താവെന്ന് പറയേണ്ടെന്നും പറഞ്ഞില്ലല്ലോ, പറയേണ്ട ആവശ്യം തന്നെയാ. അപ്പോ നമ്മൾ ചിന്തിച്ചും പഠിച്ചും വെച്ച സംഭവം യേശുക്രിസ്തു പറയുന്ന അങ്ങനെയല്ല. മത്തായി 7:21 യേശുക്രിസ്തു പറയാണ്, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല. യേശുക്രിസ്തു മറ്റൊരാളെ റെഫർ ചെയ്യാണ്, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കിടക്കും. അപ്പൊ നമുക്ക് എവിടെ കിടക്കണ്ടേ? ഹലോ, നമുക്ക് എവിടെ കിടക്കണ്ടേ? ചേച്ചി എവിടെ കിടക്കണ്ടേ? സ്വർഗരാജ്യത്തിൽ. സഭയിൽ കിടന്നാൽ മതിയെങ്കിൽ ആദ്യത്തെ പരിപാടി മാത്രം ചെയ്താൽ മതി. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് നിരം പറഞ്ഞ് സഭയോട് ചേർത്തോ. ഹല്ലേലൂയ. അപ്പൊ സഭയിൽ കയറാനുള്ളവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ മാത്രം മതി. മനസ്സിലായോ? എന്നാൽ സ്വർഗരാജ്യത്തിലാണ് നിങ്ങൾക്ക് പോകേണ്ടത്. അവിടെ കൊണ്ട് നിൽക്കരുത്, അവിടെ കൊണ്ട് നിൽക്കരുത്. തുടർന്ന് ബുദ്ധിയുള്ളവനായി ദൈവേഷ്ടം എന്താന്ന് തിരിച്ചറിയാം, എന്നിട്ട് ആ ദൈവ ഇഷ്ടം ചെയ്യും. പിടുത്തം കിട്ടിയോ? ഇതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യമാണ് ഞാൻ ചിന്തിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ട ജനത്തോടാണ്, സഭയിലുള്ള ജനത്തോടാണ് പറയുന്നത്, നിങ്ങൾ ബുദ്ധിഹീനരാകരുത്. അപ്പൊ രക്ഷിക്കപ്പെട്ട ഞാൻ ബുദ്ധിഹീനനോ? അതെ, ബുദ്ധിഹീനനാകാം. ബുദ്ധിഹീനനാകാതെ ദൈവ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയുക. വായിച്ചു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ആര്? രക്ഷിക്കപ്പെട്ട എഫേസ്യ സഭയിലെ ജനങ്ങൾ ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളണം. അപ്പൊ രക്ഷിക്കപ്പെട്ടവർക്കും ബുദ്ധിഹീനരാകാം. എന്തറിഞ്ഞില്ലെങ്കിൽ? ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞില്ല എങ്കിൽ. അപ്പൊ ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് വാഗ്ദത്തത്തിലേക്ക് നാം കടക്കണമെങ്കിൽ, അതായത് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം വേണമെങ്കിൽ, ഈ ദൈവ ഇഷ്ടം നാം ചെയ്യുന്നവരായിരിക്കണം. ഇതാണ് ഹെബ്രായ ലേഖനം 10:36 പറയുന്നത്. വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ അതിനുമുമ്പ് ചെയ്യണം. ചെയ്യണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളല്ല, നമ്മുടെ സൽപ്രവൃത്തികളല്ല, ദൈവ ഇഷ്ടമായിരിക്കണം ചെയ്യേണ്ടത്. വായിച്ചേ. എഫേസ്യ ലേഖനം 10-ാം അധ്യായം 36-ാം വാക്യം. ഹെബ്രായ ലേഖനം അല്ലേ? അല്ല, സോറി, ഹെബ്രായ ലേഖനം. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അപ്പോ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ എന്താ ചെയ്യണം? എന്നെ ചെയ്യണം? ദൈവ ഇഷ്ടം ചെയ്യണം. ആ ദൈവ ഇഷ്ടം ചെയ്താൽ എന്നെ പ്രാപിക്കൂ? വാഗ്ദത്തം പ്രാപിക്കൂ. ഇതല്ലേ യേശുവും പറയുന്നത്, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നത് എവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ഈ വാഗ്ദത്തം പ്രാപിക്കുന്നത്, അവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ വാക്കുകൾ തേനിലും തേൻ കട്ടയിലും മാധുര്യമേറിയതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അത് ശ്രദ്ധയോടെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. തേനിലും തേനിന്റെ കട്ടയിലും
നിന്റെ വചനമൻ ജീവിത മാധുര്യമേ. 1000 പൊൻവെള്ളി നാണ്യത്തിൻ മൂല്യം ക്ഷയിക്കും നിൻ വചന മുൻപിൽ. ഈ വചനം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞാൽ, ഈ കറൻസി തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ജീവിക്കാനല്ലേ, അല്ലേ? എവിടം വരെ? സെമത്തേരി വരെ. വചനം തന്നിരിക്കുന്നത് നിത്യം ജീവിക്കാനാ. അപ്പൊ ഈ വചനം ഉപയോഗിച്ച് ജീവിക്കാൻ പഠിക്കണ്ടേ? അതുകൊണ്ടാണ് വചനത്തിന്റെ ഉള്ളിലാണ്, കറൻസിക്ക് ഉള്ളിലാണ് ഹ്യൂമൻ വാല്യൂ ഇരിക്കണേ. കറൻസിക്ക് ഉള്ളിൽ, വചനത്തിന്റെ ഉള്ളിലാണ് ഗോഡ്സ് വാല്യൂ ഇരിക്കണേ. മനസ്സിലാവുന്നുണ്ടോ? ഗോഡ്സ് വാല്യൂ ഇരിക്കണേ. ഇതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, എന്റെ നീതിമാൻ റുപ്പിയാൽ ജീവിക്കൂ എന്നൊരു വചനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുക. പഠിത്തം കിട്ടിയ? ഹല്ലേലൂയ. അപ്പോ അതുകൊണ്ടാണ് അതിൽ 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ, പൊന്നും വെള്ളി നാണ്യങ്ങൾക്ക് വിലയുണ്ട്, അതിനേക്കാളൊക്കെ വിലയാണ് ദൈവത്തിന്റെ വചനത്തിന്. അപ്പോ അതുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം നമ്മൾ. ഹല്ലേലൂയ. വചനം കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. അദൃശ്യത്തിൽ നിന്ന് ദൃശ്യത്തിലേക്ക് ജീവിക്കാൻ പഠിക്കണം. അത് ജനത്തിന് അറിയില്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ നല്ല റൈറ്റ് സുവിശേഷമാണ് കേട്ടതെങ്കിൽ നിങ്ങൾ അദൃശ്യത്തിൽ ദൃശ്യത്തിലേക്ക് ജീവിക്കും. ഇത് നമ്മൾ ജീവിക്കുന്ന അങ്ങനെയല്ല. ദൃശ്യത്തിൽ നിന്ന് ദൃശ്യത്തിലേക്ക് ജീവിക്കുക, കാണുന്നതിൽ നിന്ന് കാണുന്നതിലേക്ക് ജീവിക്കുക. കണ്ടു, പേപ്പറിൽ കണ്ടു, മനോരമ കണ്ടു, മാതൃഭൂമി കണ്ടു, അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു, ഞാനത് ഏറ്റെടുത്തു, എന്റെ തലയിൽ കൊണ്ടുവന്നു, ഞാനത് ചിന്തിച്ചു, ഞാൻ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ ജീവിക്കുന്നു. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഒരു സുവിശേഷം കേട്ട് അവൻ ദൃശ്യത്തിൽ നിന്ന് അദൃശ്യത്തിലേക്ക് മാറും. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ വണ്ടർ എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ വണ്ടർ, ഞാൻ കണ്ട വണ്ടർ ഇതാണ്. ലോകത്തിൽ 7 വണ്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇല്ലേ? അപ്പൊ ചിലര് 8th വണ്ടറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 8th വണ്ടർ. ഹല്ലേലൂയ. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം 8th വണ്ടറിനെ കുറിച്ച് പറയുന്നത് ദ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് പറയുന്നുണ്ട്. കോമ്പൗണ്ടിങ്. ഞാനിപ്പോ അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ വണ്ടർ എന്ന് പറയുന്നത് പുതിയ സൃഷ്ടിയാണ്. സുവിശേഷത്തിന്റെ കാതലാണ്, പക്ഷെ ഇന്നത്തെ സുവിശേഷത്തിൽ ഇല്ല. ഞാൻ കണ്ടത് ഏറ്റവും വലിയ വണ്ടർ അത് 5ാമത്തെ വണ്ടർ, 6ാമത്തെ വണ്ടർ, 8ാമത്തെ വണ്ടർ ഒന്നുമല്ല. ദ ഫസ്റ്റ് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് വണ്ടർ എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വണ്ടറാണ് പുതിയ സൃഷ്ടി. ഈ പുതിയ സൃഷ്ടി കിടക്കുന്നത് സത്യസുവിശേഷത്തിന്റെ ഉള്ളിലാണ്. സത്യസുവിശേഷത്തെ ഒന്ന് ചകഞ്ഞു നോക്കിയാൽ ഈ പുതിയ സൃഷ്ടി വെളിപ്പെടും. പുതിയ സൃഷ്ടി വെളിപ്പെടും. ആ പുതിയ സൃഷ്ടി വെളിപ്പെടുന്നതിന് അതിന്റെ വണ്ടർ എന്ന് പറയട്ടെ, പുതിയ സൃഷ്ടിയുടെ വണ്ടർ എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ ഉള്ളിലെ വണ്ടറാണ്. അതിന്റെ വണ്ടർ എന്ന് പറയുന്നത് ഈ സുവിശേഷം നമ്മുടെ അസ്തിത്വം മാറ്റിക്കളയും. ഇതാണ് പ്രത്യേകത. വേറെ ഈ ലോകത്തിലെ ഒരു സംഭവവും അസ്തിത്വം മാറ്റുന്ന പരിപാടിയില്ല. മതങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മതങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, എല്ലാ മതമല്ല എന്നാൽ ഓൾമോസ്റ്റ്, അവരെല്ലാം പറയുന്ന ഒരൊറ്റ കാര്യം, നീ ഇങ്ങനെയൊന്നും നടന്ന പോരാ, നീ നന്നായി നടക്കണം. നന്നായി നടക്കാൻ ഞങ്ങൾക്ക് ഇതാ ഒരു കോച്ചിങ് സെന്റർ ഉണ്ട്. നിന്റെ കള്ളുകൂടിയൊക്കെ മാറി നീ നന്നായി നടക്കാൻ ഞങ്ങൾക്ക് ഒരു കോച്ചിങ് സെന്റർ ഉണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കോച്ചിങ് സെന്ററിൽ കൊണ്ടുവന്നിട്ട് ഒരു ചീത്ത മനുഷ്യനെ, തിന്മയായി നടക്കുന്ന ഒരു മനുഷ്യനെ അവര് പല പല ഉപദേശങ്ങൾ കൊടുത്ത് നല്ല മനുഷ്യനാക്കാൻ ശ്രമിക്കുന്നു. നല്ല കാര്യമാണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്നവർ അത് കണ്ടിന്യൂ ചെയ്താട്ടെ. ചീത്ത മനുഷ്യനെ നല്ല മനുഷ്യനാക്കുന്നത് കണ്ടിന്യൂ ചെയ്താട്ടെ. നല്ല കാര്യമാണ്. ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ്. എന്നാൽ സുവിശേഷം ചെയ്യുന്നത് അതല്ല. ഇതാണ് തിരിച്ചറിയേണ്ടത്. ഇതാണ് സുവിശേഷത്തിലെ വണ്ടർ. നിന്റെ വചനത്തിലെ വണ്ടേഴ്സ് തിരിച്ചറിയുവാൻ എന്റെ ഉൾക്കണ്ണുകളെ തുറക്കണം. എന്നാൽ സുവിശേഷം ചെയ്യുന്ന വണ്ടർ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാക്കാൻ ശ്രമിക്കുകയല്ല ആദ്യം ചെയ്യുന്നത്. പക്ഷെ അത് നല്ലവനാവും ഓട്ടോമാറ്റിക്. അവനെ ചെയ്യുന്നത് അവന്റെ അസ്തിത്വം അങ്ങ് മാറ്റിക്കളയുക. ഇത് നമ്മൾ തിരിച്ചറിയണം. ഓരോ സുവിശേഷങ്ങളും തിരിച്ചറിയണം. അവന്റെ അസ്തിത്വം മാറ്റുകയാണ്.
അവന്റെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം ചേഞ്ച് ചെയ്യുകയല്ല, അവന്റെ അസ്തിത്വം മാറ്റുകയാണ്. ഇത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമേ അല്ല. മറ്റ് ക്ലബുകൾ, മതങ്ങൾ ചെയ്യുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. എന്നാൽ സുവിശേഷം ചെയ്യുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ല. അതൊരു സൈഡിൽ നമുക്ക് തോന്നും, അത് ന്യായപ്രമാണത്തിന്റെ ഭാഗമാണ്. ന്യായപ്രമാണം മുഴുവൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. ഹല്ലേലൂയ. എന്നാൽ സുവിശേഷം ചെയ്യുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ല, ഒരു മനുഷ്യന്റെ അസ്തിത്വം മാറ്റുകയാണ്. ഇതുകൊണ്ടാണ് ഈ സുവിശേഷത്തില് പുതിയ സൃഷ്ടിയാണ് ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ വണ്ടർ. ഹല്ലേലൂയ. ബാക്കി എല്ലാ അത്ഭുതങ്ങളും പുറകെ നടക്കത്തേ ഉള്ളൂ. ഈ സുവിശേഷത്തിന്റെ അത്ഭുതം എന്ന് പറയുന്ന അസ്തിത്വം മാറ്റിക്കളയും. അസ്തിത്വം മാറ്റുക എന്ന് പറഞ്ഞാൽ ജീവി മാറ്റം, ജീവി മാറുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഒരു പൂച്ച അതിനെ വേറെ രൂപത്തിലേക്ക് മാറ്റുന്നു, അതിന്റെ മുയൽ എന്നുള്ള അസ്തിത്വത്തിലേക്ക് മാറ്റും. അല്ലെങ്കിൽ പൂച്ചയെ നന്നായിട്ടൊന്ന് കുളിപ്പിച്ച് അതിനെ പൊട്ടൊക്കെ തൊടിയിപ്പിച്ച് നന്നായിട്ടൊന്ന് ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് നല്ല ഇതേയല്ല, അത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഇവിടെ ചെയ്യുന്നത് ആ പൂച്ചയെ മാറ്റിയിട്ട് ആ പൂച്ചയ്ക്ക് പകരം ഒരു മുയലിന്റെ ഹാർട്ട് അതിന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. കിട്ടിയോ? മുയലിന്റെ ഹാർട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ സംഭവം ചെയ്യുമ്പോൾ പൂച്ചയുടെ സകല ചിന്തയും മാറി. ഇത് മുയല് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. മുയല് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ രൂപത്തിൽ പൂച്ച പോലെ ഇരിക്കുമെങ്കിലും അത് പുതിയ പൂച്ചയാണ്. മനസ്സിലാവുന്നുണ്ടോ? പുതിയ പൂച്ചയാണ്. ഔട്ട്പുട്ട് എല്ലാം വ്യത്യാസമാണ്. ഇതേപോലെയാണ് ദൈവത്തിന്റെ സുവിശേഷത്തിലെ പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടിയുടെ പ്രത്യേകത അസ്തിത്വം മാറുകയാണ്. എവിടെ നിന്നാണ് അസ്തിത്വം മാറുക എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യനിൽ നിന്ന് പുതിയ മനുഷ്യനിലേക്ക് അസ്തിത്വം മാറുകയാണ്. അതായത് സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ അസ്തിത്വത്തിൽ നിന്ന് അവനെ ദൈവപുത്രന്റെ അസ്തിത്വത്തിലേക്ക് മാറ്റുകയാണ്. കാറ്റഗറി, അസ്തിത്വം ചേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെയാണ് ബൈബിൾ പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? പുതിയ മനുഷ്യൻ, അവനാണ് പുതിയ സൃഷ്ടി. പിടുത്തം കിട്ടിയോ? അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു നല്ല മനുഷ്യനാകുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ചേ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, പകരം ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി അസ്തിത്വം മാറുകയായി. അസ്തിത്വം മാറുകയായി. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാണ് ദൈവരാജ്യ സുവിശേഷത്തിലെ പൗരന്മാർ. ഹല്ലേലൂയ. ലോകത്തിലെ മക്കൾ, ലോകത്തിലെ ദ്രവിച്ചു പോകുന്ന, മരിച്ചു പോകുന്ന മനുഷ്യ മക്കൾക്ക് സ്വർഗത്തിലെ ദൈവം ഒരവസരം കൊടുത്തിരിക്കുക. എന്നെ കേൾക്കുന്നുണ്ടോ പ്രിയ കുഞ്ഞുങ്ങളെ? ഒരവസരം കൊടുക്കുക. എന്തിനാണ് അവസരം കിട്ടിയിരിക്കുന്നത്? ഒരു നല്ല മനുഷ്യനായി മാറാനല്ല ലോകം ചിന്തിക്കുന്നത് പോലെ, പകരം അസ്തിത്വം മാറുകയാണ്, അവന്റെ ജീവൻ മാറുകയാണ്. ദൈവത്തിന്റെ ജീവനിലേക്ക് അവൻ കയറി വരികയാണ്. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഇത് തിരിച്ചറിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ഇൻ ചെയ്യണം. എങ്കിലേ നമ്മുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവൂ. അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവൂല. അല്ലെങ്കിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ ഈ ഒരാൾ ഇപ്പോ സിംഹമായി അവതരിപ്പിക്കാൻ മോള് തീരുമാനിച്ചു. മോളെ സിംഹമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ചീത്ത മനുഷ്യൻ അവന് അവതരണമൊക്കെ കൊടുത്ത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവനെ നല്ല മനുഷ്യനാക്കുക. പക്ഷെ അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ ആര് തന്നെയാ? ഇവൻ എത്ര സിംഹമായാലും എത്ര ആടായാലും ഇവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവൻ പഴയത് തന്നെ. ഇവന് യാതൊരു മാറ്റവും ഇല്ല. ഇവനെ യഥാർത്ഥത്തിൽ കാണണമെങ്കിൽ ശരിക്കും ഇവനെ കൊണ്ട് ഒരു കുത്തു കൊടുത്താൽ ആരെങ്കിലും, അല്ലേ? ശരിയല്ലേ? ഒരു കുത്തു എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, എന്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ കണ്ടാ, കുത്ത് കിട്ടിയ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുക. അപ്പൊ യഥാർത്ഥ സ്വഭാവം എവിടെയുണ്ട്? ഉള്ളിലുണ്ട്. അപ്പൊ ഞാൻ ഈ കാണിക്കണ മുഴുവൻ എന്തുവാ? അഭിനയല്ലേ? ഇല്ലേ? വെള്ള ഷർട്ടും പർത്ത പാന്റ് വെള്ള ചുരിദാറും ഒക്കെയുള്ള അഭിനയമല്ലേ ഈ പരിപാടി മുഴുവൻ? ഇതല്ല സുവിശേഷം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്.
ഇതല്ലേ അല്ല, ഇതൊക്കെ ന്യായപ്രമാണം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ്. നിയമങ്ങൾ കൊണ്ട് ക്രിസ്തു വരുന്നത് വരെ ന്യായപ്രമാണം കൊണ്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ ഇങ്ങനെയൊക്കെയാ. ഈ ലോകം ചെയ്യുന്നത് അതിനെ കോപ്പി അടിയാ. പക്ഷേ കർത്താവിന്റെ പരിപാടി ഒരു കോപ്പിക്കും കിട്ടില്ല. കർത്താവ് സുവിശേഷത്തിലൂടെ ചെയ്യുന്നത്, എന്റെ മോനെ മോളെ, എന്റെ നിങ്ങളുടെ അസ്തിത്വം മാറ്റുകയാണ്, എക്സിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുക. മനസ്സിലായോ? മനുഷ്യ കുടുംബത്തിൽ നിന്ന് ദൈവ കുടുംബത്തിലേക്ക് മാറ്റുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വിശുദ്ധ ബൈബിൾ ഒന്ന് വായിച്ചാൽ മതി. മനുഷ്യ കുടുംബത്തിൽ നിന്ന് ദൈവ കുടുംബത്തിലേക്ക് മാറ്റുകയാണ്. കാറ്റഗറി ചേഞ്ച് ചെയ്ത് കളയുകയാണ് നമ്മുടെ. ഹല്ലേലൂയ. ഏത് കാറ്റഗറി? ക്രിസ്തുവിന്റെ കാറ്റഗറിയിലേക്ക് നമ്മൾ മാറ്റുകയാ. ക്രിസ്തുവിന്റെ കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ട് ക്രിസ്തുവിന്റെ സഹോദരങ്ങളാക്കി മാറ്റുകയാ. ഇത് ദൈവത്തിന്റെ വചനം പറയുന്ന ക്രിസ്തുവിന്റെ ബ്രദേഴ്സ് ആക്കി മാറ്റിയിട്ട് ക്രിസ്തുവിന്റെ അവകാശത്തിന്റെ ഷെയറും കൂടി നമുക്ക് തരികയാണ്. എവിടെ പറയുന്നു, ഏത് വചന പുസ്തക അതിന്റെ ക്രിസ്തുവിന്റെ കൂട്ടാവകാശികളാക്കി മാറ്റുകയാണ്. അപ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ചുകൂടെ? എന്നിട്ട് ക്രിസ്തു പറയാ, എന്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. അയ്യോ, ഇതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ നിന്റെ ന്യായ പ്രമാണത്തെ, നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുക. എന്റെ ഹൃദയക്കണ്ണ് തുറക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, ഒന്ന് പ്രാർത്ഥിച്ച്. ഇന്ന് സുവിശേഷത്തിൽ ഈ അത്ഭുതങ്ങളൊന്നും കാണാനേ ഇല്ല. അവര് ചിന്തിക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത് മുട്ടുവേദന മാറുക, കണ്ണ് കാണാൻ കഴിയുക, ഇതാ മുടന്തം നടക്കുക, അതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കുക. എന്നാൽ സുവിശേഷത്തിന്റെ യഥാർത്ഥ വണ്ടർ എന്ന് പറയുന്നത് നീ ഈ മരണം കൊണ്ട് അവസാനിക്കേണ്ടതല്ല. മറ്റതൊക്കെ മരണം കൊണ്ട് തീരുകയാ. മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല, നിത്യമായി നിലനിൽക്കുന്നതാ. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇതാ സുവിശേഷത്തിലൂടെ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ലോകത്തിലെ സർവവും തന്നാലും അതിനേക്കാൾ വലിയതാണ്. സർവവും തന്നാലും അതിനേക്കാൾ വലിയതാണ്. ഈ ഒരു തിരിച്ചറിവ് വേണം. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഈ സുവിശേഷ സന്ദേശത്തിൽ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ കണ്ട രണ്ടാമത്തെ വലിയൊരു അത്ഭുതം എന്നാന്നറിയാമോ? രണ്ടാമത്തെ വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇതാ സുവിശേഷത്തിലെ പുതിയ സൃഷ്ടിയാണ്. രണ്ടാമത്തെ വലിയ അത്ഭുതം എന്ന് പറയുന്നത് ക്രിസ്തീയ സുവിശേഷത്തിൽ ഈ പുതിയ സൃഷ്ടി ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും പുസ്തക ഷോപ്പിൽ പോയി നോക്ക്, അവിടെ പുതിയ സൃഷ്ടിയെ കുറിച്ച് ഒരു പുസ്തകങ്ങളും കാണുമെന്ന് നോക്ക്. ക്രിസ്തീയ ബുക്ക് ഷോപ്പിൽ പോയിട്ട് അന്വേഷിച്ചാൽ മതി, മറ്റു ബുക്ക് ഷോപ്പിൽ ഉണ്ടാവില്ലായിരിക്കും. ക്രിസ്തീയ ബുക്ക് ഷോപ്പിൽ ചെന്നിട്ട് പുതിയ സൃഷ്ടിയുടെ പുസ്തകം ചട്ടായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നാ അറിയും? പുതിയ സൃഷ്ടിയോ? അതിന് സാധനം അങ്ങനെയുള്ള പുസ്തകമൊന്നുമില്ല. പ്രാർത്ഥനയെ കുറിച്ച് ഇവിടെ ഉണ്ട്. പ്രാർത്ഥനയുടെ 7 സ്റ്റെപ്പുകളുണ്ട്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ കൃപാവര പ്രാപ്തനാകാം, ആ പുസ്തകമുണ്ട്. പക്ഷെ പുതിയ സൃഷ്ടി ഇല്ല. എന്ന് വിശുദ്ധ ബൈബിളിലേക്ക് നോക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുക, ഇനി ന്യായപ്രമാണമല്ല, ഇനി പരിച്ഛേദനമല്ല, അഗ്രചർമ്മമല്ല, നടക്കാൻ മക്കളെ. ഇത്രയും കാലം കാതലിലേക്ക് കയറിയില്ല. സുവിശേഷം കൊണ്ട് കുറെ ആളുകൾ എന്നാൽ കൊണ്ട് അവസാനിക്കുകയല്ല, അവർ വിജയിച്ചോട്ടെ. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷം കൊണ്ട് വിജയിക്കണം. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നത് എല്ലാം തമ്മിൽ ഓഹരി കൊടുക്കണം. ഫോക്കസ് ചെയ്യുന്നത് സുവിശേഷം ഫോക്കസ് ചെയ്യുന്ന ഈ മകന് ജീവൻ കൊടുക്കണം. ഹല്ലേലൂയ. പരിച്ഛേദനയല്ല, അഗ്രചർമ്മമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. അപ്പൊ ശ്രദ്ധിച്ചേ, എന്താ കാര്യം? അപ്പൊ പരിച്ഛേദനമല്ല, അഗ്രചർമ്മമല്ല എന്ന്. അതായത് നേരത്തെ അബ്രഹാമിന്റെ നിയമം, അബ്രഹാമിന് കനാൻ ദേശം കൊടുക്കൂന്ന് പറഞ്ഞപ്പോ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, എനിക്കും നിനക്കും തമ്മിലൊരു നിയമമുണ്ട്. ആ നിയമം ഇതാണ്, പുരുഷപ്രജയൊക്കെയും പരിച്ഛേദനയാക്കണം, നിന്റെ കൂടെ ഉള്ളവരൊക്കെ പരിച്ഛേദനയാക്കണം. ഇതാണ് നമ്മളുള്ള നിയമം. ഇവര് പണ്ടത്തെ ഉള്ള കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെയാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. ന്യായപ്രമാണത്തിന്റെ പ്രവാചകന്മാരുടെ കാലമൊക്കെ യോഹന്നാൻ വരെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് മുതൽ ദൈവരാജ്യം സുവിശേഷമായി പ്രസംഗിച്ചു വരുന്നു.
ഇതാണ് ഞാൻ പറഞ്ഞേ മറ്റൊരു വണ്ടർ എന്ന് പറഞ്ഞേ. ഇത് ദൈവരാജ്യം ബൈബിൾ അതിന്റെ സിലബസിൽ പോലും ഇല്ല. ശ്രദ്ധിക്കുക, ഞാനിത് അറിയിക്കുന്നത് കൊണ്ട് ഇതാ നല്ലൊരു പങ്കിന് ഇതൊരു ദോഷമായിട്ടാണ് കാണുന്നത്. കാരണം ഇത് എനിക്ക് അറിയിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് അറിയിച്ചേ പറ്റൂ. കാരണം ജനം നരകത്തിലേക്ക് പോവുക. അവർ വെളിച്ചമെന്ന് ചിന്തിച്ചുകൊണ്ട്, അവർ ഇരുട്ടിനെ വെളിച്ചമെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ നരകത്തിലേക്ക് യാത്രയാകുക. ഇതാണ് മത്തായി 7:21, 22, 23. സഭയാണ് അവിടെ കാണുന്നത്. സഭയാണ്. മത്തായി 7:21, 22, 23 ദൈവദാസന്മാരും ദൈവജനവുമാണ്. കർത്താവരെ കൂട്ടത്തോടെ സ്വർഗ്ഗരാജ്യത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. സ്വർഗ്ഗരാജ്യത്തിലേക്ക് ചെല്ലുന്നില്ല, കയറ്റുന്നു പോലുമില്ല. അവര് പറയുന്നത് ഞങ്ങൾ അങ്ങേ കർത്താവായി സ്വീകരിച്ചു. കർത്താവ് പറയുന്നത് എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്താലേ സ്വർഗ്ഗരാജ്യം പ്രവേശിക്കാൻ പറ്റൂ. എന്റെ ചോദ്യമാണ്, ആദ്യം നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യേ. ഈ ലോകത്തിലെ ഏത് നല്ല അഡ്വൈസേഴ്സും വരുമ്പോ ആ അഡ്വൈസർ പറഞ്ഞത് എന്തറിയാമോ? നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യണം. ഗോൾ സെറ്റ് ചെയ്യണം. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഗോൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഓൾറെഡി ഗോൾ പിതാവ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ ആ ഗോൾ തിരിച്ചറിഞ്ഞാൽ മതി. ഹലോ, വ്യത്യാസം മനസ്സിലായ? ലോകത്തിലെ ആളുകൾ ഒരു ബിസിനസ് കൺസൾട്ടേഷന് വേണ്ടി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ അവരോട് ചോദിക്കും, എന്താണ് നിങ്ങളുടെ ഗോള്? എന്താ ഗോള്? അളവ്. എന്നാൽ ഇവിടെ സംബന്ധിച്ച് നമുക്ക് ഗോൾ സെറ്റ് ചെയ്യേണ്ട ഒരാവശ്യം ഇല്ല. നമ്മുടെ പിതാവ് ഓൾറെഡി നമുക്ക് ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആ ഗോൾ തിരിച്ചറിഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ ആ ഗോൾ തിരിച്ചറിയുന്നില്ല. കാരണം നമ്മൾ ഈ സാധനത്തെ, അതായത് ഈ ജഡരക്ത ജീവിതത്തെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കാനിരിക്കുക. നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഇവനെ സ്വർഗ്ഗരാജ്യത്തിൽ നിന്ന് പുറത്താക്കിയ ഇനി ഒരിക്കലും ഇവനെ തിരിച്ചു കയറ്റത്തില്ല. ജഡരക്തങ്ങൾ സ്വർഗ്ഗരാജ്യം അവകാശമാക്കത്തില്ല. അവനെ പുറത്താക്കിയതാ. ഇനി നമ്മൾ അവകാശമാക്കുവാൻ വേണ്ടിയാണ് പുതിയ സൃഷ്ടിയെ ദൈവം ഒരുക്കിയിരിക്കുന്നത്. പുതിയ സൃഷ്ടി. ഈ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് ലോകത്തിലെ പൗരനല്ല, ദൈവരാജ്യത്തിലെ പൗരനാണ്. അത് ഭൂമിയിൽ നിന്നുള്ളവനല്ല, അവൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. അതുകൊണ്ടാണ് അവൻ സ്വർഗരാജ്യത്തിലെ പൗരൻ. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയിലെ പൗരൻ, സ്വർഗരാജ്യത്തിൽ നിന്നുള്ളവൻ സ്വർഗരാജ്യത്തിലെ പൗരൻ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവൻ. യേശു പറയുന്നു, ഞാനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ട് ലീനിയേജ് ആണ്. നമ്മൾ ലീനിയേജ് മാറുവാനായിട്ട് തയ്യാറാകണം. അല്ല, ഇതാണ് വണ്ടർ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വണ്ടർ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അപ്പൊ ഈ ഒരു തലം തിരിച്ചറിയണം. ഈ ഒരു തലം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. ഇത് സഭ കൂട്ടത്തോടെ നരകത്തിലേക്ക് പോവുക. അതാണ് മത്തായി 7:21, 22, 23 വായിച്ചേ. 21 വായിച്ചേ. ഈ ഇഷ്ടം എന്താന്ന് പോലും അറിയാത്ത ഇവരെങ്ങനെയാ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്? എങ്ങനെ ഇവര് കിടക്കും? ഇതിനൊക്കെ ആ ദേവദാസൻ ഉത്തരം പറയണം. ഉത്തരം പറയണം. പിന്നെ അടുത്ത് വെക്കുന്നത് ദേവദാസന്മാരാ. ഇത് ജഡ്ജ്മെന്റ് ആണ്, ന്യായവിധിയാണ്. യേശു പ്രവചിച്ചു പറയാ, അന്നാളിൽ പലരും എന്നോട് പറയും. അടുത്ത് വെക്കുന്നത് ദൈവദാസന്മാർ. ആ ദൈവദാസന്മാർ പറയാണ്, ഞങ്ങൾ ചെയ്ത മിനിസ്ട്രിയുടെ ഡീറ്റെയിൽ കൊടുക്കുകയാണ്, റിപ്പോർട്ട് കൊടുക്കുകയാണ്. മിനിസ്ട്രിയുടെ ഡീറ്റെയിൽസ്, നിന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്ത ശുശ്രൂഷകൾ, അതിൽ ഓപ്പറേറ്റ് ചെയ്ത കൃപാവരങ്ങൾ, നിന്റെ ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ കർത്താവരോട് സംസാരിക്കാൻ പോകുന്നില്ല. ഗെറ്റ് ഔട്ട് എന്ന്, ഗെറ്റ് ഔട്ട്. അപ്പൊ ഇതാണ് മിനിസ്റ്റേഴ്സിന്റെ അവസ്ഥ. മറ്റത് വിശ്വാസികളുടെ അവസ്ഥ. വായിച്ചു താഴേക്ക്. 22, 23, 7. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ഇതൊക്കെ ആരാ? സാധാ വിശ്വാസികളല്ല, അഭിഷിക്തന്മാരാണ്, മിനിസ്റ്റേഴ്സ് ആണ്. അവരുടെ ഗതി നോക്കണേ. എന്താ കർത്താവ് അവരോട് പറയണേ? താഴേക്ക്. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല,
അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകിൻ എന്ന് തീർത്തു പറയും. ശ്രദ്ധിച്ചേ, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഐ നെവർ ന്യൂ യു എന്നാ പറയുന്നത്. അറിയുന്നില്ലെന്നല്ല പറഞ്ഞേ, അറിഞ്ഞിട്ടില്ല. പാസ്റ്റ് ടെൻസ്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ. അപ്പൊ അഭിഷിക്തന്മാരുടെ അവസ്ഥ ഇതാണ്, വിശ്വാസികളുടെ അവസ്ഥ ഇതാണ്. ഇത് കണ്ടിട്ടെങ്കിലും നമ്മുടെ കണ്ണും തുറക്കണ്ടേ? ഇത് കണ്ടിട്ടെങ്കിലും കണ്ണും തുറക്കണ്ടേ? നമ്മൾ എവിടെ പോകാനാ ഈ യാത്ര തുടങ്ങി? ദൈവത്തോടൊപ്പം ജീവിക്കാനാണോ അതോ മനുഷ്യരോടൊപ്പം ജീവിക്കാനാണോ? മനുഷ്യരോടൊപ്പം ജീവിക്കാനാണെങ്കിൽ കുറച്ചു കാലത്തേക്ക് കഴിയും, അതിനാണ് ഈ ജന്മം, മണ്ണിൽ നിന്നുള്ള ജനം ഇവിടെ. എന്നാൽ കർത്താവ് നമ്മുടെ അസ്തിത്വം മാറ്റുകയാണ്. അസ്തിത്വം മാറ്റുകയാണ്, നമ്മളെ ചേഞ്ച് ചെയ്യുകയാണ്. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയരും. അസ്തിത്വം ചേഞ്ച് ചെയ്യുകയാണ്. ഈ ഒരു തിരിച്ചറിവ് വേണം. നമ്മുടെ നാട് ചേഞ്ച് ചെയ്യുകയാണ്, അസ്തിത്വം ചേഞ്ച് ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഈ ഒരു തിരിച്ചറിവില്ലാതെ ഈ നാട്ടിൽ മരിക്കുന്നത് വരെ നന്നായി ജീവിക്കാൻ വേണ്ടി ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ക്രിസ്തീയത്വം വിടുക. അവർ ഏറ്റവും അരിഷ്ടരാന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. കൊരിന്ത്യർ 15:19 പറയാണ്, ഈ ആയുസ്സിൽ മാത്രം, അതായത് മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയുസ്സിൽ മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിൽ അരിഷ്ടന്മാരാണ്. മനസ്സിലാവുന്നുണ്ടോ? സകല മനുഷ്യരിൽ അരിഷ്ടന്മാരാണ്. വായിച്ചേ, കൊരിന്ത്യർ 15:19. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നാം ഈ ആയുസ്സിൽ മാത്രം, ഈ ആയുസ്, മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയുസ്സിൽ മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? പ്രത്യേകിച്ച് പുതിയതായി വന്നിട്ടുള്ളവർ ഒന്ന് മനസ്സിലാക്കുക. നാം ഈ ആയുസ്സിൽ മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ, കാരണം ഈ ആയുസ് ഇപ്പൊ തീരുന്നേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുകുറ്റി LPG ഗ്യാസുമായി അടുക്കള കയറിയ അമ്മയ്ക്ക് തുല്യമാണ് ഈ ആയുസ്. ഓരോ ദിവസവും നമ്മൾ LPG ഗ്യാസ് ഉപയോഗിച്ചാലേ തീരുള്ളൂ, ഇല്ലേ? ഉപയോഗിച്ചാലേ കഞ്ഞി വെച്ച് കറി വെച്ച്, എടി മോളെ ഇന്ന് അധികം കറിയൊന്നും വേണ്ട, ഒരു കറി മതി, കാരണം ഗ്യാസ് തീരും. അപ്പൊ അത്രയും കുറച്ചേ തീരുള്ളൂ. പക്ഷെ നമ്മളുടെ മമ്മി അല്ലെങ്കിൽ വീട്ടിലെ പപ്പ പറയാ, എടാ മോനെ ഇന്ന് അധികം ജീവനൊന്നും ഉപയോഗിക്കണം, നീ കിടന്ന് ഉറങ്ങിക്കോ, ജീവൻ തീർന്നു പോകും എന്ന് പറഞ്ഞ ജീവൻ തീരാതിരിക്കോ? ജീവൻ തീർന്നോണ്ടിരിക്കുക. ഈ തീർന്നതിന് മുമ്പ് നിന്റെ ജീവനെ നീ നിത്യജീവനാക്കി മാറ്റിക്കൊള്ളണം. അതിന് നീ എന്താ ചെയ്യണ്ടേ? അസ്തിത്വം ചേഞ്ച് ചെയ്യണം. പഴയ അസ്തിത്വത്തിലല്ല ജീവൻ തന്നേക്കണേ, പുതിയ അസ്തിത്വത്തിലാണ് തന്നേക്കണേ. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പൊ ഈ കൂട്ടമായി, ഈ മത്തായി 7:21, 21, 22, 23 കൂട്ടമായി സഭ നരകത്തിലേക്ക് പോവുക. അപ്പൊ ഇത് കണ്ടിട്ടെങ്കിലും ദൈവ ഇഷ്ടം എന്താണെന്ന് ഒരു പാസ്റ്റർ ചിന്തിക്കണ്ടേ? എന്നിട്ട് ജനത്തിന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇതൊന്നും ചെയ്യില്ല. കാരണം ഇത് പറഞ്ഞാൽ ആര് എണ്ണം കുറയും? ജനത്തിന്റെ എണ്ണം കുറയും. ചിലർക്കത് അറിയത്തേയില്ല. അവരെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത്, കുരുടന്മാരായ വഴികാട്ടികൾ. ഞാൻ പറഞ്ഞാൽ യേശു പറഞ്ഞതാ, ഞാൻ കോപ്പി അടിച്ചു തോന്നുന്നു. ആ കുരുടനെ നടത്തിയാൽ ജനങ്ങളെല്ലാം കുരുടന്മാരാ. യേശുവിന്റെ അഭിപ്രായമാണ്. കുരുടൻ നടത്തിയാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇരുവരും കുഴിയിൽ വീഴും. ആ അടുത്തിരിക്കുന്ന ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നുണ്ട്, ഉറങ്ങാതിരുന്നു സൂക്ഷിച്ചോട്ടോ. എന്താ ഇപ്പൊ പറഞ്ഞേ? കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. അതാണ് മത്തായി 7, 21, 22, 23. ദേവദാസന്മാരും വിശ്വാസികളും കുഴിയിൽ. ആർക്കും ഒരു ചിന്തയില്ല. കാരണം അവരുടെ ചിന്തയിൽ ഈ സഭ എന്ന് പറയുന്ന അവരുടെ വൈറ്റിപ്പഴം നടത്താനുള്ള നല്ലൊരു പങ്കിന് നല്ല ദേവദാസന്മാർ കൂടെ ഉണ്ടാവും വല്ലപ്പോഴും അവിടെ ഇവിടെ. പക്ഷെ അവർക്ക് അനങ്ങാൻ വയ്യ. അനങ്ങിയാൽ അവരെ പുറത്താക്കും. അനങ്ങിയാൽ അവരെ പുറത്താക്കും. അതുകൊണ്ട് അവർ ജയിലിൽ കിടക്കുന്ന പോലെയാ. കിടക്കുക. മനസ്സിലായോ? ഇനി പോകാൻ വേറെ ഇടമില്ല. കൊച്ചിനെ കൊണ്ടുപോയി കന്യാസ്ത്രീ കൊടുത്തു. അവിടെ പ്രശ്നമൊക്കെ ആയി. അപ്പനും അമ്മയും മരിച്ചും പോയി. ഇനിയിപ്പോ എനിക്ക് ഇവിടുത്തെ പ്രശ്നത്തിൽ എനിക്ക് താല്പര്യം ഇല്ല താനും, പക്ഷെ തിരിച്ചു പോകാൻ എനിക്കൊരു ഇടമില്ല. പെട്ടുപോയതുപോലെ അനേക ദേവദാസന്മാർ. നമുക്ക് മിണ്ടാൻ വയ്യ. മിണ്ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ അടുത്തവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ എന്ന് പറയാ, അവന്റെ കാര്യം
ഒക്കെ അടക്കി വെച്ചിരിക്കുക, അടക്കി ഉള്ളിൽ അടക്കി വെച്ചിരിക്കുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുക. ഈ ലോക ജീവിതം വളരെ ചെറുതാണ്. സത്യത്തിൽ സ്റ്റാൻഡ് ചെയ്യുക. സത്യം വിട്ട് ഇടത്തോട്ട് വലത്തോട്ട് പോയാൽ നമ്മുടെ കാര്യം പോക്കാം. കാരണം ഇതൊരു പരീക്ഷയാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എൻലെസ് ആണ്, അവസാനം ഇല്ലാത്ത ജീവിതമാണ്. അവസാനം ഇല്ലാത്ത ജീവിതമാണ് നമ്മുടെ ജീവിതം. എന്താ പറഞ്ഞേ? പക്ഷെ തുടങ്ങിയത് ടൈമിലാന്ന് മാത്രമേ ഉള്ളൂ. ഒരല്പം ടൈമിലാണ് തുടങ്ങിയിരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഏത് ബിൽഡിങ്ങിന് ഒരു ഫൗണ്ടേഷൻ ഇല്ലേ? ഫൗണ്ടേഷൻ മണ്ണിന്റെ അടിയിലല്ലേ, ബാക്കിയൊക്കെ മണ്ണിന്റെ മുകളിലല്ലേ? ഇതേപോലെ നമ്മുടെ ഈ ജീവിതം കുറച്ച് മണ്ണിന്റെ അടിയിലുള്ളതുപോലെ മണ്ണില. ഇനി അടുത്ത ജീവിതം മുഴുവൻ വിണ്ണില. മനസ്സിലായോ? പിന്നെ മണ്ണ് നമ്മുടെ പ്ലാറ്റ്ഫോം, അസൈൻമെന്റ് ആവും, ജോലി സ്ഥലമായി മാറും, വീട് മാറും. ഇന്ന് വീട് ഇവിടെയാണ്, പക്ഷെ അടുത്ത സ്റ്റേജിൽ വീട് ഇവിടെയല്ല, വീട് പുതിയ ജെറുസലേമിലാണ്. ഈ ഭൂമി വെച്ച് നമ്മുടെ വർക്കിംഗ് പ്ലേസ് ആയിട്ട് മാറും. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതം എൻലെസ് ആണ്. ഇനി നമുക്ക് ആ പുതിയ ജെറുസലേമിൽ ജീവൻ കിട്ടിയില്ലെന്ന് ചിന്തിച്ചോ? മനസ്സിലാക്കിയോ? നമ്മൾ പോകുന്ന ആ നരകമില്ലേ, അങ്ങോട്ടാരും പോകല്ലേ, നരകം ഉണ്ടല്ലോ. പക്ഷെ കർത്താവ് എന്ന് ക്രിസ്ത്യാനികളെ നല്ലൊരു പങ്കും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടാ, കണ്ടല്ലേ? 7, 20, 22, 23 ഗെറ്റ് ഔട്ട് അടിച്ചു. ആ ജീവിതവും എൻലെസ്സാ. അവിടെ ചെന്നാലും ചാവൂല. മനസ്സിലായോ? രണ്ടാം മരണം എന്ന് പേരേ ഉള്ളൂ, അവിടെ ചെന്നാലും നിത്യയാതനയാ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ജീവിതം വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ആ നിത്യമായ യാതനയിലേക്ക് പോകും. രണ്ടും നിത്യം തന്നെയാണ്. ഒന്ന് നിത്യമായ ദണ്ഡനം, മറ്റത് നിത്യമായ ജീവിതം. അപ്പോ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ആദ്യം അവനവൻ തന്നെ ഒരുങ്ങുക, തുടർന്ന് മറ്റുള്ളവരെയും അതിനുവേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അത്ര നമുക്ക് ചെയ്യാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. ഹല്ലേലൂയ. അപ്പൊ ആദ്യം നാം മനസ്സിലാക്കേണ്ടത്, സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ വണ്ടർ എന്ന് പറയുന്നത് പുതിയ സൃഷ്ടിയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വണ്ടറാണ് പുതിയ സൃഷ്ടി. ഒരു ഭാഗത്തും ആരും ഒരു ട്രെയിനിങ്ങിലൂടെ അസ്തിത്വം മാറുന്നില്ല. പക്ഷെ ദൈവം ഭൂമിയിൽ ഒരുക്കിയ ഈ പദ്ധതിയിലൂടെ നമ്മുടെ അസ്തിത്വം മാറുകയാണ്. ഈ ഭൂമിയിലെ ജനനം മുഴുവൻ ജനനത്തിൽ നിന്നാണ്. എന്നാൽ പുതിയ സൃഷ്ടിയുടെ ജനനം മരണത്തിൽ നിന്നാണ്. സംഭവം ഭയങ്കര വ്യത്യാസമാണ്. ഹല്ലേലൂയ. ഭൂമിയിലെ ജനനം മുഴുവൻ ജനനത്തിൽ നിന്നാണ്. പുതിയ സൃഷ്ടിയുടെ ജനനം മരണത്തിൽ നിന്നാണ്. ഇനി മരണത്തിന് ആ പുതിയ സൃഷ്ടിയുടെ യാതൊരു പങ്കാളിത്തവും ഇല്ല. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇൻവെസ്റ്റ്മെന്റ്. ഹല്ലേലൂയ. ഏറ്റവും ശ്രേഷ്ഠമായ ഇൻവെസ്റ്റ്മെന്റ് ഇതാണ്. ഹല്ലേലൂയ. ഇതാ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ ദ പവർ ഓഫ് കോമ്പൗണ്ടിങ് അല്ല ഏറ്റവും ശ്രേഷ്ഠം. അത് ഭയങ്കര പവർഫുൾ ആണ്, എങ്കിലും അതൊന്നും അല്ല ഏറ്റവും ശ്രേഷ്ഠമായ ഇൻവെസ്റ്റ്മെന്റ്. പുതിയ സൃഷ്ടിയിൽ നിങ്ങളുടെ സോൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനേക്കാൾ പവർഫുൾ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് വേറെ ഇല്ല. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അത് കണ്ട, ദൈവരാജ്യത്തിലാണ് പുതിയ സൃഷ്ടി. അത് കണ്ട വ്യക്തി എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറയുകയാണ്. ആ ചേച്ചി ഒന്ന് തട്ടി വിളിച്ച്, ചേച്ചി ഉറങ്ങല്ലേ, ശ്രദ്ധിച്ച് കേക്ക്. ഇതേതാ ഷെയറിന്റെ ഏറ്റവും വലിയ ഷെയറിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അടുത്ത ചേച്ചിയെ ക്യൂവാ, ഇപ്പൊ തീരും. എന്നിട്ട് ഇത് പ്രാപിച്ചോ? ദൈവത്തിന്റെ വചനം പറയുകയാണ്. കർത്താവ് യേശു, ഞാനല്ല പറയുന്നത്, പുള്ളിക്കാരനാണ് ഇതിന്റെയൊക്കെ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആള്. ഹോൾസെയിൽ എടുത്തിരിക്കുക സ്വർഗത്തിൽ നിന്ന്. ദൈവത്തിന്റെ കർത്താവ് പറയുകയാണ്, സ്വർഗരാജ്യം അത് നിധിയാണ്. ഓ, നിധിയാണ്. പക്ഷെ ഒരു സ്ഥലത്ത് ഒളിച്ചു വെച്ചേക്കോ. ഒളിച്ചു വെച്ചത് ലോകത്തിലാ. ലോകത്തിൽ ആരുണ്ട്? നമ്മളുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ അതൊക്കെ ഒളിച്ചു വെച്ചേക്കണേ. സ്വർഗരാജ്യം നിധിയാ, വയലിൽ ഒളിച്ചു വെച്ച നിധി. അത് ആള് കാണുന്നില്ല. അത് വണ്ടറാണേ. അത് ആള് കാണുന്നില്ല. വയലിൽ ഒളിച്ചു വെച്ച നിധി. അത് പക്ഷെ ഒരു മനുഷ്യൻ കണ്ടു. ഒരു മനുഷ്യൻ കണ്ടിട്ട് തനിക്കുള്ളത് കുറച്ചൊക്കെ ഒന്ന് വിറ്റ്, ബാക്കി പിന്നെ നമുക്ക് ഭാവിക്ക് വേണ്ടി വേണ്ടേ? അങ്ങനെയല്ല, തനിക്കുള്ളത് മുഴുവൻ അങ്ങ് വിറ്റു. കാരണം ഇതിന്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്. എനിക്ക് വേണ്ടത് മുഴുവൻ ഇതിന്റെ ഉള്ളിലുണ്ട്. തനിക്കുള്ളത് മുഴുവൻ വിറ്റ് ആ നിധി ആ വയലിൽ തന്നെ ഇങ്ങ് വാങ്ങി. ആ നിധി ഇരിക്കണം വയല് തന്നെ ഇങ്ങ് വാങ്ങി. മനസ്സിലായോ? ഹല്ലേലൂയ. നിധിയായിട്ട് ചോദിക്കണ്ട, വയലായിട്ട് തന്നെ അങ്ങ് വാങ്ങി. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയണ കേട്ടോ. ഇനി അടുത്ത നമ്മളെ കുറിച്ച് പറയാണ്. അതിന്റെ അടുത്ത വാക്യം മത്തായി 13:44-45 നമ്മളെ കുറിച്ച് പറയാണ് അടുത്തത്. സ്വർഗരാജ്യം വിലയേറിയ മുത്തന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. ഒരു കച്ചവടക്കാരൻ, ഞാൻ കച്ചവടക്കാരനാണ് ലോകപ്രകാരോട്, ഒരു കച്ചവടക്കാരനോട് സദൃശ്യം. അവൻ വിലയേറിയൊരു മുത്ത് കണ്ടാറേ. അവനൊരു മുത്ത് വ്യാപാരി, കയ്യിൽ ഇഷ്ടംമാര് മുത്ത.
ഇപ്പൊ നമ്മുടെ ആലൂക്കാസിന്റെ ഭീമയുടെ ഒക്കെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംമാരെ സ്വർണ്ണമല്ലേ. ഇതേപോലെ ഇതാ ഈ ആള് മുത്തുവ്യാപാരിയാ, തന്റെ കയ്യിൽ ഇഷ്ടംമാരെ മുത്തുണ്ട്. താൻ എന്തെന്നറിയാമോ? തന്റെ കയ്യിലുള്ള സകല മുത്തും കൊടുത്തു ഒരു മുത്തിന് വേണ്ടി, ഒരൊറ്റ മുത്തിന് വേണ്ടി. അപ്പൊ ഇതിന്റെ വില എന്തായിരിക്കും? ഭയങ്കര വിലയല്ലേ, ഭയങ്കര സംഭവമല്ലേ ഇത്. ഹല്ലേലൂയ. പക്ഷേ ഞാനും നിങ്ങളും ഇന്ന് ഈ സുവിശേഷം എന്ന സംഭവം ലോകത്തോട് അറിയിക്കുമ്പോൾ ഇതേ വില ജനം കാണണം. ജനം ഈ വില കാണാതെ നിന്നെ ഞാൻ ചർച്ചിച്ചെടുക്കാം, നിങ്ങൾക്ക് അതിനൊക്കെ തലവേദന മാറും, മുട്ടുവേദന മാറും, നിനക്ക് വീട് വെക്കാം. ഈ വില കാരണം ജനം. ഇത്രയും വാല്യൂ ഉള്ള സാധനമാണ് ഈ ചേച്ചി വിൽക്കാൻ കൊണ്ടുവന്നേക്കണം. വിൽക്കാൻ പോകാറില്ലേ? കൊടുക്കാൻ കൊണ്ടുപോകല്ലേ? സുവിശേഷം എന്ന് പറഞ്ഞ് ഇറങ്ങാറില്ലേ? അപ്പൊ ജനം കാണണം ഇത്രയും വിലയുള്ള സാധനമാണ് ഈ ചേച്ചി സൗജന്യമായിട്ട് തരാൻ വേണ്ടി വന്നേക്കണേന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നാൽ ഈ സൗജന്യമായിട്ടൊന്ന് സ്വർഗത്തിലെ ദൈവം തരുമ്പോ ഓരോരുത്തർക്കും വിലയുണ്ട്. ആ വില എന്നാന്നറിയാമോ? അവനവനുള്ളത് മുഴുവൻ. അവനവനുള്ളത് മുഴുവൻ അതിന്റെ വിലയാ. രക്ഷ സൗജന്യമാണ്. പക്ഷെ ദൈവരാജ്യം സൗജന്യമല്ല. ദൈവരാജ്യം ഞാനും നിങ്ങളും വില കൊടുത്ത് വാങ്ങണം. എന്തോരം വേണമെന്ന് വെച്ചാൽ നിനക്ക് എത്രയുണ്ട്? അത്ര മുഴുവനുമാണ്. നിനക്ക് ഇത്ര ഉള്ളോ? അത്ര മതി. നിനക്ക് എത്ര ഉണ്ടോ? അത്രയാണ് അതിന്റെ വില. ഹല്ലേലൂയ. പക്ഷെ രക്ഷ എന്ന് പറയുന്നത് വിലയുണ്ട്. പക്ഷെ യേശു കർത്താവ് അതിന്റെ പേയ്മെന്റ് കൊടുത്തു. കാൽവരി ക്രൂശിൽ യാഗമായി നമുക്ക് സൗജന്യമായിട്ട് നൽകി. അപ്പൊ ഇപ്പൊ ചിലർ ചോദ്യം ഉണ്ടോ? അപ്പൊ രക്ഷിക്കപ്പെട്ടു വില ഇല്ലെന്നല്ലേ കേട്ടപ്പോൾ വിലയുണ്ടോ? മക്കളെ, രക്ഷ വേറെ, ദൈവരാജ്യം അവകാശമാക്കുന്നത് വേറെ. ദൈവരാജ്യം അവകാശമാക്കുന്നതിന്റെ ആദ്യ പടിയാണ് രക്ഷ. മനസ്സിലായോ? പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ മോനെ, നിങ്ങൾ ഇച്ചിരി കൊമ്പത്തെ വീട്ടിലെ ആളാണ് കേട്ടോ, നിങ്ങളുടെ മോനെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വിട്ടു. നിങ്ങൾ എന്തിനാ വിട്ടെ? എന്നിട്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് അവൻ ആരാണോ? ഒരു എഞ്ചിനീയർ ആണ്. അപ്പൊ എഞ്ചിനീയർ ആകാനാ നിങ്ങൾ വിട്ടെ. അവൻ കോളേജിൽ ചെന്നു, ബാംഗ്ലൂരോ തമിഴ്നാടോ എവിടെയെങ്കിലും കോളേജിൽ ചെന്നു. നിങ്ങൾ ഇത്തിരി കൊമ്പത്തെ ആളാണല്ലോ. അപ്പോ അവൻ ആ കൊമ്പത്തിലൊക്കെ അവിടെ ഒന്ന് കാണിച്ചു, ഞാൻ ഇന്നടത്ത് ഇന്ന ആളുടെ മോനാണ്. എക്സാം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവൻ പഠിക്കാനൊന്നും പോയില്ല. ഇവൻ എന്തെന്നറിയാമോ? ഒരു ചീട്ടൊക്കെ എഴുതി കോപ്പി അടിക്കാനായിട്ടെ പോക്കറ്റിലൊക്കെ കരുതി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇവൻ അത് എന്ത് ചെയ്യുന്നറിയാമോ? പോക്കറ്റിൽ നിന്ന് അത് എടുത്ത് അത് നോക്കി ആൻസർ പേപ്പർ എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങ് ദൂരെ എക്സാമിന് CCTV കൂടെ കണ്ടോണ്ടിരിക്കുക. അപ്പൊ പുള്ളി അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവന്റെ തോളെ കയറി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കോളറെ പിടിച്ചിട്ട് പൊക്കി. അതോട് നേരെ ആ ചീട്ടടക്കം ഇവരിങ്ങനെ എഴുന്നേറ്റ് പുറകിൽ നോക്കിയപ്പോ ഒരാള് എക്സാമിനറാന്ന് ഇവനൊന്നും നോക്കിയില്ല. അവൻ കൊമ്പത്തെ ആളല്ലേ. അപ്പോ തന്റെ ജീവിതത്തിലെ ഒരുത്തം പോലും തന്നെ കൊളറെ പിടിച്ച് പൊക്കിയിട്ടില്ല. ഇത് കണ്ട് അവന് സഹിക്കാൻ വയ്യ. അവൻ കൈയെടുത്തിട്ട് ഒറ്റ ഇടി കൊടുത്ത് എക്സാമിനർ മൂക്കിട്ട്. മൂക്കിന്ന് രക്തവും, മൂക്കൊടിഞ്ഞു, രക്തം താഴേക്ക് പോരുക. നേരെ ഇവന്റെ എക്സാം നിർത്തി നേരെ ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയി പോലീസിനെ അറിയിച്ചു. നേരെ ജയിലിലായി. നിങ്ങൾ അവനെ എന്തിനാ അയച്ചേ? എഞ്ചിനീയർ ആകാൻ. ഇപ്പൊ അവൻ എവിടെയാ? ഇതാണ് മാനവകുലത്തിന്റെ അവസ്ഥ. ഇനി അവൻ എഞ്ചിനീയർ ആവുമോ? ആകാം. എങ്ങനെയാണെന്നറിയാമോ? ഈ എക്സാമിനറി കേസ് പിൻവലിക്കണം. അവനെ ജയിലിൽ നിന്ന് രക്ഷിക്കണം. രണ്ടാമത് വന്ന് കോളേജിൽ വന്ന് പഠിക്കണം. അങ്ങനെയെങ്കിൽ അവന് എഞ്ചിനീയർ ആകാൻ അവസ്ഥയുണ്ടാകും. അപ്പോ ഈ എക്സാമിനറി കേസ് പിൻവലിക്കത്തില്ല. അവസാനം ആരോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്ര ലക്ഷം തന്നാൽ നഷ്ടപരിഹാരം ഞാൻ കേസ് പിൻവലിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ പിന്നെ കൊമ്പത്തെ ആളല്ലേ, നിങ്ങൾ ആ പൈസ മുഴുവൻ കൊടുത്തു. അയാൾ പോയി കേസ് പിൻവലിച്ചു. ശ്രദ്ധിച്ചേ, അവനിപ്പോ എഞ്ചിനീയർ ആകാൻ പോയിരുന്ന വ്യക്തിയാ. അപ്പൊ ഇനി എഞ്ചിനീയർ ആണെങ്കിൽ ആദ്യം അവിടെ നിന്ന് രക്ഷിക്കണം, ജയിലിൽ നിന്ന് രക്ഷിക്കണം. ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ അവന്റെ സ്വന്തമായിട്ട് കയ്യിൽ പൈസ ഒന്നും ഇല്ല, അവന്റെ അപ്പം കൊടുത്താലേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ആദ്യം അത് ചെയ്താലേ ഇനി അവൻ എന്നാകാൻ പറ്റൂ? എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന് പഠിച്ച് എഞ്ചിനീയർ ആകാൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ പോയി മുഴുവൻ പൈസ അടച്ചത് മുഴുവൻ നിങ്ങളാ. എന്നിട്ട് അവനെ ആ ജയിലിൽ നിന്ന് വിടുവിച്ചു. അപ്പൊ അവൻ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പൈസ എല്ലാം കൊടുത്തോ? ഇല്ല. രക്ഷ സൗജന്യമാണ്. മനസ്സിലായ?
സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ അയച്ച് കാൽവറി ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെയും കൊടുത്ത് നമ്മളെ സൗജന്യമായി രക്ഷിച്ചു. മനസ്സിലാണണ്ട? ഹല്ലേലൂയ. അല്ലാണ്ട് രക്ഷിക്കാൻ വേണ്ടിയല്ല നമ്മളെ സൃഷ്ടിച്ചേ, നമ്മളെ സൗജന്യമായി രക്ഷിച്ചു. ഇനി എന്ത് വേണം? ഇനി നമ്മൾ ദൈവപുത്രനായ ക്രിസ്തുവോട് പഠിക്കണം. ഇനി അവൻ നേരെ കോളേജിൽ വരണം. നല്ല കുട്ടിയായി ദൈവം, അതായത് കോളേജ് പറഞ്ഞ സിലബസ് പഠിച്ച് ജയിച്ചാൽ അവൻ എഞ്ചിനീയർ ആകും. ഇതേപോലെ നമ്മൾ ഇനി യേശുവോട് പഠിച്ച് ജയിച്ചാൽ നമുക്ക് അവകാശം കിട്ടും. ജയിക്കുന്നവൻ എഞ്ചിനീയർ അല്ല, ദൈവത്തിന്റെ മകൻ. മനസ്സിലായോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണതേ തെറ്റിച്ച് മനസ്സിലാക്കിപ്പിക്കുക. മനസ്സിലായോ? ജയിക്കുന്നവൻ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നേരെ എഞ്ചിനീയർ പോയി. അപ്പൊ അങ്ങനെയല്ലെന്ന് പറയുമ്പോൾ ഉടനെ ദൈവപുത്രനിലേക്ക് വന്നു. അപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു, ജയിക്കുന്നവനെ ഇത് അവകാശമായി കിട്ടും. ബൈബിൾ അവസാനിക്കുന്നത് ഇങ്ങനെയാ, വെളിപ്പാട് 21:7 ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. വായിച്ച്. വെളിപ്പാട് 21:7 ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ശ്രദ്ധിച്ച്, ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും. ശ്രദ്ധിച്ചോട്ടോ, ജയിക്കുന്നവൻ അവകാശം. സഭകളിൽ കേൾക്കാത്തൊരു കാര്യമാണ് ഈ സാധനം. ബൈബിളിലുണ്ട്, സഭകളിൽ കേൾക്കില്ല. കാരണം സത്യസുവിശേഷം ആസരിച്ച് പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുള്ളൂ, നമ്മൾ കേൾക്കില്ല. ജയിക്കുന്നവനാണ് അവകാശം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് മത്തായി 7:21-22-23 കർത്താവ് യേശുവിനെ കർത്താവെ വിളിച്ചവരെയും സുവിശേഷം അറിയിച്ചവരെയൊക്കെ പുറത്താക്കണേ. അതിന് ഒരു നാളെ അറിഞ്ഞിട്ടില്ല. ഗെറ്റ് ഔട്ട്. ജയിക്കുന്നവനെ കിട്ടുള്ളൂ. അതുകൊണ്ട് പാസ്റ്റർമാരെ, അച്ഛന്മാരെ, മെത്രാന്മാരെ ഞാൻ നിങ്ങളുടെ കരഞ്ഞുകൊണ്ട് പറയട്ടെ, ഈ ജനത്തെ ചതിക്കില്ലേ ദൈവം. ഇത് ബൈബിളിൽ എന്നാ പറഞ്ഞ അത് പറഞ്ഞു കൊടുക്കുക. ജയിക്കുന്നവനെ കിട്ടുള്ളൂ, ജയിക്കുന്നവനെ കിട്ടുള്ളൂ. ഇത് അവകാശമാണ്. ദൈവ കുടുംബത്തിലെ PR, പെർമനന്റ് റെസിഡൻസ്, HPR, ഹെവൻലി പെർമനന്റ് റെസിഡൻസ് ആണ് കിട്ടുന്നത്. അത് ജയിക്കുന്നവനെ കിട്ടുള്ളൂ. അപ്പൊ ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും. ജയിക്കുന്നവന് ഞാൻ ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും. അപ്പൊ അവസാനം നമ്മൾ ആരുടെ മകനായി മാറും? അസ്തിത്വം ചേഞ്ച് ചെയ്ത് കണ്ട, അസ്തിത്വം ചേഞ്ച് ചെയ്ത് കണ്ട. ഈ ഭൂമി ജനിച്ചപ്പോ ആരുടെ മകനായിരുന്നു? മനുഷ്യന്റെ ജഡമനുഷ്യനായിരുന്നു, ജഡത്താൽ ജനിച്ച ജഡം. എന്നാൽ യേശു കർത്താവ് രക്ഷകനായി നാം സ്വീകരിച്ചപ്പോ സ്വർഗീയ പിതാവിന് ക്രിസ്തുവിൽ ജനിച്ച മക്കളാണ് നമ്മൾ. ആത്മാവിൽ ജനിച്ച ആത്മാക്കൾ. രണ്ട് അസ്തിത്വം വേറെ, ഒന്ന് ജഡം മറ്റത് ആത്മാവ്. പിടുത്തം കിട്ടിയോ? ഒന്ന് ജഡം മറ്റത് ആത്മാവ്. ഈ ഒരു തിരിച്ചറിവ് കൊണ്ടാണ് അങ്ങനെ ഈ ഒരു കോഴ്സാണ് ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് മാറുന്ന ഒരു കോഴ്സ്. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ അറ്റാച്ച് ചെയ്യുന്ന കോഴ്സാണിത്. മനസ്സിലാവുന്നുണ്ടോ? ആ കോഴ്സിൽ നാം പങ്കെടുത്ത് ജയിച്ചാൽ, അതായത് ഒരു വിത്ത് ജയിക്കുക എന്ന് പറഞ്ഞാൽ വിത്ത് കിടന്ന് കുറെ കെട്ടുപോകും. അതൊക്കെ തോറ്റുപോയ വിത്തുകളാ. ചില വിത്ത് അങ്ങനെയല്ല, പ്രോപ്പറായിട്ട് അത് പാകിക്കഴിഞ്ഞാൽ ഈർപ്പവും ചൂടും ഒക്കെ പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വിത്ത് അകത്തുനിന്ന് പൊട്ടി മുളയ്ക്കും. അത് ജയിച്ച വിത്താണ്. മനസ്സിലായോ? ഇതേപോലെ ഞാനും നിങ്ങളും ഭൂമിയിൽ യേശു രക്ഷകനായി സ്വീകരിച്ച ഞാനും നിങ്ങളും ഒരു വിത്താണ്. ഹല്ലേലൂയ. ഇവിടെ നാം ജയിച്ചാൽ ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ സുവിശേഷത്തിന്റെ കാതലാണ്. ഇതാണ് മഹാത്ഭുതം. ഇത് തിരിച്ചറിഞ്ഞിട്ട് ആ പുതിയ സൃഷ്ടിയിൽ ജയം പ്രാപിപ്പാൻ നാം തയ്യാറാകണം. അല്ലാതെ നമ്മളുടെ കുറെ പ്രസംഗത്തിൻ്റെതായ ചാതുര്യവും വാക്കിന്റെ സ്പീഡും പ്രാസമൊപ്പിച്ച് പറയുന്നതും കുറെ ചിരിക്കുടുക്കുകൾ അതിൻ്റെ ഉള്ളിൽ മുത്തുവേർച്ച് പിടിപ്പിക്കുന്നതും ഇതൊന്നും അല്ല. പകരം ഈ ജനത്തിന്റെ ഉള്ളിലേക്ക് ജീവൻ കയറി ചെല്ലണം. ജനത്തിന്റെ ഉള്ളിൽ ജീവൻ കയറി ചെല്ലണമെങ്കിൽ അവർ പുതിയ സൃഷ്ടിയിൽ ജനിക്കുകയും പുതിയ സൃഷ്ടിയിൽ വളരുകയും ചെയ്യണം. ഇതിൽ വീണ്ടും ജനനം മാത്രം നമ്മൾ പറഞ്ഞിട്ട് നേരെ ജഡത്തിലേക്ക് പോകും. ഇതാണ് ഇന്നത്തെ സഭകളുടെ കുഴപ്പം. സഭകളുടെ കുഴപ്പം വളരെ വ്യക്തതയോടെ ഗലാത്യ ലേഖനം 3:3 അങ്ങനെയുള്ള സഭക്കാരെ വിളിക്കുന്നത് ബുദ്ധിയില്ലാത്തവരെന്നാ. ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട്, അതിന്റെ അർത്ഥം പുതിയ സൃഷ്ടിയിൽ ആരംഭിച്ചിട്ട് നിങ്ങൾ വീണ്ടും ജഡത്തിലേക്ക് പഴയതിലേക്ക് പിന്മാറിപ്പോയ ബുദ്ധിയില്ലാത്തവരെ എല്ലാ സഭക്കാരെയും ചേർത്ത ദൈവത്തിന്റെ ആത്മാവ് കയറി ഇരട്ടപ്പേരിട്ടിരിക്കുന്ന ബുദ്ധിയില്ലാത്തതുങ്ങൾ. ബുദ്ധിയില്ല. അതിന്റെ ജഡത്തിൽ നന്മകൾ എന്ന് പറഞ്ഞ് പാട്ട് പാടിക്കൊണ്ടിരിക്കും. അന്നവും വസ്ത്രവും ഒക്കെ നമുക്ക് കിട്ടും. ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ അന്നവും വസ്ത്രമൊക്കെ കിട്ടിയിട്ട് എത്ര നാൾ നമ്മളിവിടെ ജീവിക്കും? ഇപ്പൊ തീരും ജീവൻ. ഇത് യഥാർത്ഥത്തിൽ ജീവൻ പ്രാപിക്കേണ്ട കോഴ്സ്. ഇത് തിരിച്ചറിയുക. ഗലാത്യ ലേഖനം 3:3 വായിച്ചു.
ആത്മാവ് കൊണ്ട് അതിന്റെ ആരംഭിച്ചിട്ട് മുമ്പ് ഒരു ഇരട്ട പേര് വിളിക്കുന്നുണ്ട് സിസ്റ്ററെ. അത് കേൾക്കുമ്പോ ഒരു സുഖം കിട്ടും ജനത്തിനൊന്ന് വിളിച്ച്. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ തൃശ്ശൂർക്കാരെ കൂടി ഉണ്ടാവുമല്ലേ, ഇല്ലേ? എല്ലാവരും തിരുവനന്തപുരംകാര്, എറണാകുളക്കാര്, ദുബായിക്കാര്, ഷാർജക്കാര്, ഓസ്ട്രേലിയക്കാര്, ഓസ്ട്രിയക്കാര്, ഇതാ ന്യൂയോർക്കുകാര്, എല്ലാവരും കേട്ടോ ബുദ്ധിയില്ലാത്തവരെന്നാ വിളിക്കണം. എന്താ കാര്യം? യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി. വീണ്ടും ഒന്നും കൂടി വീണ്ടും പറയുന്നുണ്ട്. 3-ാം വാക്യം കൂടി വായിച്ചേ. ആത്മാവ് കൊണ്ട് ആരംഭിച്ചു. അതിന്റെ മുമ്പിൽ വീണ്ടും വിളിക്കുന്നുണ്ട് സിസ്റ്ററെ. സിസ്റ്റർ കാണുന്നില്ല. സിസ്റ്ററിന് ഇവരെ അങ്ങനെ പറഞ്ഞ ഇഷ്ടമല്ല, എനിക്ക് മനസ്സിലായി. സിസ്റ്റർ ഈ പാസ്റ്റർമാരെ പോലെ തന്നെയാ, സൂചിപ്പിക്കൽ മാത്രമേ ചെയ്യുള്ളൂ. വായിക്കേ. യേശു ക്രിസ്തു ഗലാത്യ ലേഖനം 3:3 തുടക്കം മുതൽ വായിക്കേ. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ. കണ്ട സിസ്റ്റർ മനസ്സിലായി. സിസ്റ്റർ പാസ്റ്റർമാരെ പോലെ തന്നെയാ. ജനത്തെ വിഷമിപ്പിക്കുന്നതായിട്ട് ഒരു കാര്യം പറയില്ല, ഒരു കാര്യവും പറയില്ല. സൂചിപ്പിക്കണ മാത്രമേ പറയുള്ളൂ. ഇന്നാളോടുകൂടി ഇന്ന് സ്റ്റേജ് പങ്കിടുവാനിടയായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്റെ കന്നാഫോടും കയ്യഫാവോടും കൂടെ യേശു അങ്ങനെ പറഞ്ഞ, കന്നാഫോടും കയ്യഫാവോടും കൂടി ഇന്ന് സ്റ്റേജ് പങ്കിടുവാൻ എനിക്ക് കിട്ടിയ അവസരത്തിനായി. ഒരുത്തനെ സുഖിപ്പിക്കാൻ യേശു പോയില്ല, സുഖിപ്പിക്കാൻ യേശു പോയില്ല. ഉള്ള കാര്യം പോലെ പറഞ്ഞു. യേശുവിന് മുൻഗാമിയായി വന്ന സ്നാപകൻ പറഞ്ഞു, വെള്ളതേച്ച ചുവരെ എന്ന് പറയുന്ന രംഗങ്ങളുണ്ട്, സർപ്പസന്തതികളെ എന്ന് പറയുന്ന രംഗങ്ങളുണ്ട്. കാരണം ആ ഒരു തലത്തിലേക്ക് ജനത്തെ കൊണ്ടുപോകുന്നത്. ഇവിടെയും പൗലോസ് അപ്പോസ്തലനോട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ഹേ ഇത്ര ബുദ്ധികെട്ടവരാ നിങ്ങള്. ഹല്ലേലൂയ, ബുദ്ധികെട്ടവരാ. എന്നിട്ട് താഴേക്ക് വായിച്ചോ. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നത്. ശ്രദ്ധിച്ചേ, എന്തുകൊണ്ടാ ബുദ്ധികെട്ടെന്ന് പറഞ്ഞ്? ആത്മാവ് കൊണ്ട് ആരംഭിച്ചെന്ന് പറഞ്ഞാൽ പുതിയ സൃഷ്ടിയിലാണ് ആരംഭം. പക്ഷെ സംഭവം വിട്ടുപോയി, കട്ടായിപ്പോയി, നേരെ ജഡത്തിലേക്ക് വന്നു. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടോ സമാപിക്കുന്നത്. ആരംഭം നന്നായിരുന്നു, പക്ഷേ നേരെ ജഡത്തിലേക്ക് വന്നു. കാരണം ഈ പുതിയ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പിശാച് അനുവദിച്ചില്ല. മാത്രമല്ല ആത്മാവോട് ആരംഭിച്ചിട്ട് ജഡത്തിലേക്ക് പോന്നു. ഇന്നിപ്പോ എല്ലാ മണ്ഡലവും ജഡത്തിൽ നിറഞ്ഞു നിൽക്കുക. ഇതിന്റെ ഇടയിൽ ഒരാൾ വന്ന് ആത്മാവിന്റെ കാര്യം തുണച്ച പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവരുടേതായ ചീട്ട് കീറിപ്പോവും. ഇവർ ഇതുവരെ ഉണ്ടാക്കിയ കെട്ടിടം ഇടിഞ്ഞ് താഴെ വീഴും. എന്നാ പിന്നെ ഈ വരുന്നവനെ ദുരുപദേശം എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തൽക്കാലം ജീവിച്ചു പോകും. എവിടെ? ഭൂമിയിൽ. അത് കഴിഞ്ഞാൽ നരകം ഉറപ്പാ, നരകം ഉറപ്പാ. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ഏവനും ദൈവശിക്ഷ വരും, ദൈവശിക്ഷ വരും. അതായത് മത്തായി 7:21, 22, 23 ദേവദാസന്മാരെ വിശ്വാസത്തിലെ അംഗീകരിക്കാത്ത ക്രിസ്തു ആണെങ്കിൽ, ഈ ക്രിസ്തുവിന്റെ സത്യസന്ദേശത്തെ ദൈവത്തിന്റെ മാർഗത്തെ തടഞ്ഞ അങ്ങേക്ക് ശിക്ഷ വരാതിരിക്കുമോ? ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു, അറിയുന്നു എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് അധികം പാപമുണ്ട്. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ദൈവ സ്നേഹവാനാ, പക്ഷെ മറു സൈഡിൽ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിക്കൊള്ളണം. മക്കളെ, നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ ഇത്രയും പേര് ഈ ഭാഗത്തുള്ളൂ. ഡോണ്ട് വറി, ഇത്രയും പേരെ ഉണ്ടാവുള്ളൂ. ഇതാ കർത്താവ് പറഞ്ഞ, ഈ മാർഗം കണ്ടെത്തുന്നവർ ചുരുക്കം. ഹല്ലേലൂയ. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അപ്പോ എന്തോരം ആട്ടിൻകൂട്ടമേ ഉള്ളൂ? ചെറിയ ആട്ടിൻകൂട്ടമേ ഉള്ളൂ, ചെറിയ ആട്ടിൻകൂട്ടമേ ഉള്ളൂ. ആള് കുറവാണ്, നോ പ്രോബ്ലം. വിളിക്കപ്പെട്ട അനേകരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടോ ചുരുക്കമേ ഉള്ളൂ. അപ്പൊ സത്യത്തിന് സ്റ്റാൻഡ് ചെയ്യുക. സത്യത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും മാറാൻ നിൽക്കരുത്. അപ്പോ മറ്റുള്ളവനെ വേദനിപ്പിക്കാതെ സുഖിപ്പിച്ച് പറയുന്ന പരിപാടിയല്ല. ദൈവവചനം ആസ് ഇറ്റ് ഈസ് പറയുക. ആ വ്യക്തി ദൈവപ്രസാദം ഉള്ളവരാണെങ്കിൽ സന്തോഷിക്കും. അല്ല, മനുഷ്യന്റെ ഇഷ്ടത്തിന് വേണ്ടി മൂവ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇടറിക്കോട്ടെ. ഹല്ലേലൂയ. ചിലർക്ക് ആ ഇടർച്ച നന്മയിലേക്ക് മാറും, ചിലർക്ക് ആ ഇടർച്ച നന്മയിലേക്ക് മാറും. ബാക്കിയുള്ളവർക്ക് ആ ഇടർച്ച നന്മയിലേക്ക് മാറില്ല, അത് എതിർപ്പിലേക്ക് മാറും. അതായത് സ്റ്റീഫനെ കല്ലെറിഞ്ഞ് കൊന്നതുപോലെ എതിർപ്പിലേക്ക് മാറും. യേശുവിനെ ക്രൂശിച്ച് കൊന്നതുപോലെ എതിർപ്പിലേക്ക് മാറും. പൗലോസിനെ കൊന്നതുപോലെ എതിർപ്പിലേക്ക് മാറും. അപ്പോസ്തലന്മാരെ കൊന്നതുപോലെ എതിർപ്പിലേക്ക് മാറും. എന്നതിന്റെ ഇടയിൽ കുറച്ചു പേർ സത്യവചനം കേട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ തിരിച്ചറിയുക, ഇത് മതം മാറുന്ന പരിപാടിയല്ല, പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യുന്ന പരിപാടിയല്ല. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വണ്ടർ, ഏറ്റവും വലിയ അത്ഭുതം. മനുഷ്യനെ അസ്തിത്വം മാറ്റി, മനുഷ്യന്റെ അസ്തിത്വത്തിൽ നിന്ന് ദൈവപുത്രന്റെ അസ്തിത്വത്തിലേക്ക് മനുഷ്യനെ മാറ്റുകയാണ്.
മനസ്സിലായോ? ഇതാണ് യോഹന്നാൻ 1:12 കിടക്കുന്ന മഹാത്ഭുതം. അതിനുപയോഗിക്കുന്ന എഞ്ചിൻ അതാണ്. യോഹന്നാൻ 1:12 ഒരു മഹാത്ഭുതം കിടക്കുന്നുണ്ട്. എന്താ അവിടെ എഴുതി വെച്ചേക്കണെന്ന് അറിയാമോ? യേശുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യമക്കൾക്കും ഏത് ജഡരൂപികൾക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ, ആത്മരൂപികളാകുവാൻ സ്വർഗത്തിലെ ദൈവം അധികാരം കൊടുത്തു. ഒരു എക്സിസ്റ്റൻസ്, അസ്തിത്വം ചേഞ്ച് ചെയ്യുവാൻ ദൈവം അധികാരം കൊടുത്തു. ഇതാണ് ഏറ്റവും വലിയ അധികാരം. മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അധികാരമാണ്. ഇവിടെ പല പല അധികാരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാം. ഒരു സ്കൂളിലെ ഹെഡ് മാഷായി, ഒരു കോളേജിലെ പ്രിൻസിപ്പളായി, ഒരു സ്ഥാപനത്തിലെ സിഇഒ ആയി, ഒരു പോലീസ് സ്റ്റേഷനിലെ SI ആയി, ഇതാ CI ആയി, DGP ആയി, പല അധികാരങ്ങളും കിട്ടിയിട്ടുണ്ടാകാം. എന്നാൽ ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ അധികാരമാണ് ജഡത്താൽ ജനിച്ച ഒരു മനുഷ്യപുത്രന് ആത്മാവാൽ ജനിച്ച ദൈവപുത്രനായി തീരുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന അധികാരമാണ്. സുവിശേഷത്തിലൂടെ ദൈവം നമുക്ക് തരുന്ന അധികാരം. മനുഷ്യനായി ജഡരൂപത്തിൽ നീ ഭൂമിയിലേക്ക് ആദത്തിന്റെ തലമുറയിൽ നീ ജനിച്ചവനാണ് എങ്കിൽ, ഈ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവനാണ് എങ്കിൽ, സ്വർഗത്തിൽ നിന്നുള്ള വിണ്ണിൽ നിന്നുള്ള യേശുവിന്റെ തലമുറയിലേക്ക്, ദൈവപുത്രന്റെ തലമുറയിലേക്ക് ഞാൻ നിങ്ങൾ മാറുക. സ്വർഗത്തിലെ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. മനുഷ്യ മക്കൾക്ക് ദൈവ മക്കളായി തീരുവാൻ അധികാരം തന്നിരിക്കുക. ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അധികാരം. ടീച്ചറുടെ അധികാരമല്ല, ഹെഡ് മാസ്റ്ററുടെ അധികാരമല്ല, പ്രിൻസിപ്പലിന്റെ അധികാരമല്ല, SIയുടെ അധികാരമല്ല, CIയുടെ അധികാരമല്ല, DGPയുടെ അധികാരമല്ല. പകരം സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് ദൈവ മക്കളാകാൻ കൊടുത്തിരിക്കുന്ന അധികാരമാണ് ഏറ്റവും വലിയ അധികാരം. ആ അധികാരത്തോടെ ജനിച്ച ദൈവപുത്രന്മാർ പുതിയ സൃഷ്ടികളാണ്. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ഇതാണ് സുവിശേഷത്തിന്റെ സത്യം. ഹല്ലേലൂയ. ഇതാണ് സുവിശേഷത്തിന്റെ സത്യം. മക്കളെ, ഇത്രയും നാൾ സുവിശേഷം കേട്ടിട്ട് ഈ സത്യം തിരിച്ചറിഞ്ഞായിരുന്നു. ഹല്ലേലൂയ. ഈ സത്യം തിരിച്ചറിയ. ഇതൊരു മനുഷ്യനെ നല്ല മനുഷ്യനാക്കുന്ന പരിപാടിയല്ല. നീ നല്ലവനായാലും ചീത്തവനായാലും നിന്നെ യേശുവെ പോലെ ആക്കുക. യേശുവിന് ഇനിയും നല്ലവനാണോ? പറ, യേശുവിന് ഇനിയും നല്ലവനാണോ? ചിലർക്ക് ചോദ്യം, അപ്പൊ നല്ലവനാകണ്ടേ? ഞാൻ ചോദിക്കട്ടെ, യേശുവിന് ഇനിയും നല്ലവനാണോ? വേണ്ട. നീ യേശുവിനെ പോലെയായ ഇത് നീ എന്നാ നല്ലവനാകാനാ? ദൈവം അതാ തീരുമാനിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, കാൺമേ നിങ്ങൾ ദൈവമക്കൾ. ഏത് മക്കൾ? മനുഷ്യമക്കളല്ല. ഈ ഭൂമിയിൽ ഇറങ്ങിയ മനുഷ്യമക്കളാണ് ദൈവമക്കൾ. ആ ദൈവമക്കളെയാണ് പുതിയ മനുഷ്യർ എന്ന് വിളിക്കുന്നത്. ചിലർ പറയും വീണ്ടും മനുഷ്യരെന്നാണല്ലോ വിളിക്കുന്നത്, വീണ്ടും മനുഷ്യരെന്നാണ് വിളിക്കുന്നത്. പുതിയ മനുഷ്യരെന്നാ, ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിച്ചോളാനാ പറയുന്നത്. ആ പുതിയ മനുഷ്യനാണ് ദൈവപുത്രൻ. ഇതാ നിങ്ങൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ എത്ര വലിയ സ്നേഹം. അത് വലിയതാന്ന് പറയുന്നത്, വലിയതല്ല, എത്ര വലിയത്. ഹല്ലേലൂയ. എത്ര വലിയ സ്നേഹമാ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നാം അങ്ങനെ തന്നെ ആകുന്നു താന്. ഇത് ശ്രദ്ധിച്ചോട്ടാ. അതിന്റെ താഴെ നോക്കിയ അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ആര്? ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം ക്രിസ്തു താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകിയാൽ നാം ഓരോരുത്തരും ജഡരൂപത്തിലുള്ള ആത്മരൂപത്തിലുള്ള ക്രിസ്തുവോട് സദൃശ്യന്മാരായി തീരും. അസ്തിത്വം മാറ്റപ്പെടും, ക്രിസ്തുവോട് സദൃശ്യന്മാരായി തീരും. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഒന്ന് വായിച്ചേ, 1 യോഹന്നാൻ 3:1-2-3. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. കണ്ടോ, നൽകിയ സംഭവം. ഇത് നൽകിയ സംഭവം. ഈ നാമം എന്ന് പറഞ്ഞ ആരാ? ജഡരൂപികൾക്ക് ആരാകാനുള്ള സ്നേഹം കൊടുത്തിരിക്കണേ? ദൈവമക്കൾ. എന്നിട്ട് പറയാണ്, അത് ചെറിയൊരു സാധനമൊന്നുമല്ല, വലിയ സാധനമല്ല, എത്ര വലിയ സംഭവം. ചെറുതൊന്നും അല്ല. അതുകൊണ്ട് പറയാ ഈ ലോകം കണ്ട ഏറ്റവും വലിയ സാധനം എത്ര വലിയതാ. ഹല്ലേലൂയ. ഇതിനെ നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ ജനം ഇതുപോലെ തന്നെ അറിയണം അങ്ങോട്ടാ. ഇത് ചെറുതൊന്നുമല്ല, ഇത് വലിയതാ. ഇത് പൈസ കൊടുത്താലൊന്നും കിട്ടില്ല. ഇത് കൊടുക്കണമെങ്കിൽ എന്റെ ജീവൻ മുഴുവൻ കൊടുക്കണം. മനസ്സിലായോ? തനിക്കുള്ളത് മുഴുവൻ കൊടുക്കണം. ഹല്ലേലൂയ. രക്ഷ സൗജന്യ. ജയിലിൽ നിന്ന് രക്ഷിച്ച സ്കൂളിൽ കോളേജിൽ കൊണ്ട് ആക്കണ സൗജന്യ. പക്ഷെ തുടർന്നുള്ള കാര്യം നമ്മുടെ ജീവൻ മുഴുവൻ കൊടുത്ത് പഠിക്കണം, ജീവൻ മുഴുവൻ കൊടുക്കണം. ഹല്ലേലൂയ. ഇതാ എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്, എത്ര വലിയ ധനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത് താഴേക്ക് വായിച്ചേ. അങ്ങനെ തന്നെ നാം ആകുന്നു. ഇത് വീണ്ടും പറയേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ഒരാവശ്യം പറഞ്ഞതാ, ചുമ്മാ അക്ഷരവും മഷി
കളഞ്ഞു. എന്തിനാന്ന് പറയുമ്പോൾ ഇത്ര അക്ഷരം മഷി കളഞ്ഞു. ആദ്യം ഒന്നും പറഞ്ഞല്ലോ ദൈവമക്കളാണെന്ന്. ഇതിന്റെ ഇടയിൽ കുറെ ആളുകളുണ്ട് തോമാസിനെ പോലെ വിശ്വസിക്കൂല. അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഉടനെ ദൈവജനം പറയാ അങ്ങനെ തന്നെയാണ്. കണ്ടോ അപ്പൊ മഷി കളഞ്ഞ പ്രയോജനമുണ്ടോ? ആദ്യം മര്യാദയ്ക്ക് പറഞ്ഞു എത്ര വലിയ സ്നേഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. അപ്പൊ തോമാച്ചൻ പറയും വിളിക്കോ പിന്നെ. അപ്പൊ ദൈവജനം വീണ്ടും പറയാ അങ്ങനെ തന്നെ ആണ്. അപ്പൊ തോമാച്ചൻ അടങ്ങി. അപ്പൊ നിന്റെ ഉള്ളിലെ തോമാച്ചൻ അടങ്ങട്ടെ. തോമാച്ചൻ അടങ്ങും. ഞങ്ങൾ ദൈവമക്കളാകൂ, ഞങ്ങൾ മനുഷ്യരല്ലേ. തോമാച്ചൻ അടങ്ങട്ടെ. അവിടെ പറയാണ് അങ്ങനെ തന്നെയാണ് നാം. ഇനിയും അടങ്ങാത്ത ചിലരുണ്ട്. അവർക്ക് വേണ്ടിയാ മൂന്നാമത്തത് അവർ വീണ്ടും പറയാണ് ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോ നാം, അതായത് ക്രിസ്തു ആത്മാവാണേ, ജഡത്തിൽ ജനിച്ചു, മരിച്ചു എടുത്തേറ്റു, ദൈവപുത്രൻ ആത്മാവ് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. ഇപ്പോ കർത്താവ് ആത്മാവാകുന്നു. ഈ ആത്മാവെന്ന ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം ക്രിസ്തുവെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകിയാൽ നാം ക്രിസ്തുവോട്, അല്ല ആദത്തോടല്ല, ക്രിസ്തുവോട് സദൃശ്യന്മാരായി തീരും. അത് ഇനിയും വിശ്വസിക്കാത്ത ഇതാ തോമസ് സ്ക്വയറോ എല്ലാം ഉണ്ടെങ്കിൽ അവര് വിശ്വസിക്കാൻ വേണ്ടിയാ. മനസ്സിലായോ? മൂന്നാമത് താഴേക്ക് വായിക്കാൻ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ഇത് സംഭവം വേറൊന്നുമല്ല, ഞാൻ ജയിക്കുമോ നോക്കൂന്ന് ഇതുവരെ അറിയത്തില്ല. ജയിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ജയിക്കുന്നവന് ഇത് അവകാശം ആക്കും, തോറ്റാ പോയി. മനസ്സിലായോ? അതുകൊണ്ട് ജയിച്ചോളണം. ഹല്ലേലൂയ. മത്തായി 7:21, 22 എല്ലാ വിശ്വാസികളും പാസ്റ്റർമാരും തോറ്റു. വിളിക്കപ്പെട്ട അനേകരാ, തെരഞ്ഞെടുക്കപ്പെടുന്ന ചുരുക്കുക, അവരൊക്കെ തോറ്റുപോയി. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, പലരും പഠിപ്പിക്കുന്നത് കർത്താവ് രക്ഷിക്കപ്പെട്ടാൽ മതി പിന്നെ അങ്ങ് ശരിയായെന്ന. അങ്ങനെയല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടെന്നാൽ നാം ദൈവത്തിന്റെ ഭവനമായി തീരും. അല്ലാണ്ട് ഒരിക്കലും രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അവിടെ എത്തത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു അശുദ്ധനും ഒരു പാപിയും പുതിയ യെരൂശലേമിൽ പ്രവേശിക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അവരും ഇവരും പറഞ്ഞുകൊണ്ട് ഓടി നടന്നത് ചുമ്മാ. ഇതിന് ദൈവത്തിന്റെ ശ്രേഷ്ഠമേറിയ മാർഗം ലഘൂകരിക്കരുത്. താഴേക്ക് വായിക്കേ. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ. ചുമ്മാ വചനം വായിക്കാൻ വേണ്ടിയല്ല വചനം വായിക്കണേ, നാം കേൾക്കാൻ വേണ്ടി വചനം വായിക്കണേ. അവിടെ എഴുതിയിരിക്കുകയാണ് അവൻ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം ക്രിസ്തുവെ അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്. താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകിയാണ്. കർത്താവ് ഇരിക്കുന്നത് ഇപ്പോ ആത്മാവാ, ജഡമല്ല. താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകിയാൽ അവനോട് സദൃശന്മാർ, നാം ക്രിസ്തുവിനോട് സദൃശ്യന്മാരാകും. കണ്ടോ അസിതം മാറുന്ന മാറ്റം കണ്ടോ? എന്റെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസല്ലേ? ഇല്ലേ? അങ്ങനെ തന്നെ വേണം. അങ്ങനെ ആയാൽ അത് ദൈവവചനം ആവുള്ളൂ. വിശ്വസിക്കാൻ പ്രയാസം വരുമ്പോഴാണ് ദൈവവചനം ആവുള്ളൂ. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയവും നിരൂപിച്ചിട്ടുമില്ല. ഹല്ലേലൂയ. പക്ഷെ ദൈവം തന്റെ ആത്മാവിനെ അവർക്കത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ദൈവം ഒരുക്കിയ ഈ മഹാസംഭവം കണ്ടിട്ട് ഇനി മുമ്പിലുള്ളത് കണ്ടാൽ ഇനി പിൻപിലുള്ളതിലേക്ക് ഓടുവോ? ഇത് കാണേണ്ട രീതിയിൽ നിന്ന് കണ്ടാൽ മതി. കാണേണ്ട രീതിയിൽ കണ്ടാൽ ഈ മുമ്പിലുള്ളത് കിട്ടാൻ വേണ്ടി പിൻപിലുള്ളതിനെ വിട്ടുകളയും. മനസ്സിലായി? സെക്കൻഡറി ആക്കി കളയും. സെക്കൻഡറി ആയാലും നമ്മളത് വിട്ടുകളയും. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലാണ്. ഇവിടെ നമ്മൾ മതക്കാരോ കത്തോലിക്കരോ IPCക്കാരോ ഷാരോൺകാരോ ഒന്നും അല്ല ആകണേ. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ മക്കളാ. ഈ ഒരു തിരിച്ചറിവ് വേണം. അതുകൊണ്ട് ഈ ലോകത്തുള്ള ആരോട് നമുക്ക് വൈരാഗ്യമില്ല, എല്ലാവരോടും സ്നേഹം. ഇതാ യേശു പറഞ്ഞ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുവാൻ ഈ ഇടയാകും. അല്ലാണ്ട് സ്വന്തം സാമ്രാജ്യം നിലനിർത്താൻ വേണ്ടി ഇത് ദുരുപദേശമാണ്, കേൾക്കരുത്, പോകരുത് പറയുന്നതല്ല. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എപ്പോഴും കേട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ ബലഹീനരാണെങ്കിൽ കേൾക്കാൻ പോകരുത്. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ബെരോവയിലുള്ളവരെ പോലെ ഉത്തമന്മാരാകുക. അത് അങ്ങനെ തന്നെയോന്ന് നിങ്ങളുടെ വിശുദ്ധ വേദപുസ്തകത്തിലെ ബൈബിളിലെ വചനങ്ങൾ നോക്കി ഉറപ്പിക്കുക. ഞാൻ എപ്പോഴും എന്നോട് പറയാറുള്ള സാധാരണ ദേവദാസന്മാര് എന്നിലൂടെ കർത്താവ് സംസാരിക്കുന്ന വ്യത്യാസമുണ്ട്. ഞാൻ ഈ ബൈബിളിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കത്തില്ല. കാരണം വചനത്തിൽ കൂട്ടുചേർക്കാൻ ഞങ്ങളുടെ കുടുംബത്തിന് പറ്റത്തില്ല. ഇതാ കർത്താവ് യേശു ക്രിസ്തു ഇവിടെ വന്നു. യേശു ക്രിസ്തു വചനത്തിൽ ചേർക്കാനൊന്നും പോയില്ല, തന്റെ സ്വന്തം ഇഷ്ടങ്ങളും പറയാനും പോയില്ല. ഒരുപക്ഷെ ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ അറിയാതെ സ്വന്തം ഇഷ്ടങ്ങൾ ചിലപ്പോൾ പറഞ്ഞു പോകുന്നുണ്ടാവും. പക്ഷെ യേശു ക്രിസ്തു അതുപോലും ഇല്ല. പക്ഷെ യേശു ക്രിസ്തുവിന്റെ ആ മോഡലിലേക്ക് നമ്മൾ ഡേ ബൈ ഡേ ഹെഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ വചനത്തിൽ കൂട്ടിച്ചേർക്കരുത്. പക്ഷെ എപ്പോഴും ഞാൻ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് എല്ലാ ദേവദാസന്മാരെ, ദൈവമക്കളെ, ഈ വചനത്തിൽ ഇല്ലാത്ത എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ അത് ഇൻഫോം ചെയ്യണം. എന്തിനാണെന്നറിയാമോ? മാനസാന്തരപ്പെടാനാണ്. ഹല്ലേലൂയ. ഇതുപോലെ എല്ലാ ദേവദാസന്മാരും പറയണം. ഹല്ലേലൂയ.
പിന്നെ ഈ തെറ്റ് ദുരുപദേശം എന്ന് പറഞ്ഞ് ചുറ്റും അന്വേഷിച്ച് നടക്കുന്ന വ്യക്തികൾ, അടക്കള വഴി പറഞ്ഞു നടക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഓൺലൈനിലൂടെ നേരിട്ട് സംസാരിക്കാം വിശുദ്ധ ബൈബിളിലൂടെ. എവിടെയാണ് തെറ്റെന്ന് പറഞ്ഞു തിരുത്താൻ തയ്യാറാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ബൈബിളിലെ സത്യവിശ്വാസം ഇതാണ്. നമ്മളെ സ്വർഗത്തിലെ ദൈവം തൻ്റെ കുടുംബമാക്കി മാറ്റുകയാണ്. ദൈവം യഥാർത്ഥത്തിൽ ചെയ്യുന്നത്, ദൈവം തൻ്റെ കുടുംബത്തെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. ഒരു പരീക്ഷയിലൂടെ തൻ്റെ കുടുംബത്തെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. എൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടോ? ദൈവത്തോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ ആയുസ്സിലെ മനസ്സിൽ നിന്ന് അടുത്ത ആയുസ്സിലെ മനസ്സിലേക്ക് എന്നെ മാറ്റണേ. ഈ ആയുസ്സിലെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ അപ്പുറം കാണാൻ പറ്റത്തില്ല. അവരെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവർ ഹ്രസ്വദൃഷ്ടിയുള്ളവരും, അവർ ഷോർട്ട് സൈറ്റഡാ. അവർക്ക് സെമിത്തേരിക്ക് അപ്പുറം ഒന്നും ചിന്തിക്കാനേ പറ്റത്തില്ല. എന്നാൽ നമുക്ക് യേശുക്രിസ്തു വന്നിട്ട് നമ്മളെ ലോങ് സൈറ്റ് ഉള്ളവരാക്കി മാറ്റുകയാണ്. അതായത് യേശുക്രിസ്തു വന്നിട്ട് പറയാണ്, ഷോർട്ട് സൈറ്റ് ഉള്ള ആളുകൾ മീറ്റിങ്ങിന് പോകണ എന്തിനാണെന്നറിയാമോ? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും. അവരുടെ പാട്ടും അങ്ങനെ ആയിരിക്കും. അന്നവസ്ത്രാദി സർവനന്മകൾ ആ പാട്ടിൽ ഒതുങ്ങും. എല്ലാം അതിൻ്റെ ഉള്ളിൽ കിടക്കും. കാരണം അവരെ തെറ്റ് വന്നിട്ട് കാര്യമില്ല. അവരുടെ അത്രയേ ഉള്ളൂ. അവരുടെ ഈ ലോകത്തിലുള്ള എല്ലാ ജഡമനുഷ്യന്റെയും ദർശനം അത്രയേ ഉള്ളൂ. ഇവിടെയാണ് ഒരു ദൈവദാസനെ ദൈവം ഉപയോഗിക്കുന്നത്. ഇതാണ് കർത്താവ് യേശുവിനെ സ്വർഗീയ പിതാവ് ഉപയോഗിച്ചേ. ഉപയോഗിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്കൊരു പിതാവുണ്ട്. ആ പിതാവിൽ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് അറിയാം. പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ ദർശനം ലോങ് ആക്കുക. മുമ്പേ, ഹലോ ഇങ്ങോട്ട് കേൾക്കണേ, ഇങ്ങോട്ട് നോക്കണേ, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. അതിന്റെ അർത്ഥം ദൈവത്തോടു കൂടിയുള്ള ജീവിതം നീ ആദ്യം അന്വേഷിക്കുക. അപ്പോ നിനക്ക് ഈ ഷോർട്ട് ലൈഫിന് വേണ്ടതിലേക്ക് ലഭ്യമാണ്. വായിച്ചേ, മത്തായി 6:31 വായിച്ചേ. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇനി മനസ്സിലായോ? ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് കയറും. കാരണം ഇതൊക്കെ ഓൾറെഡി പ്രപഞ്ചം സൃഷ്ടിച്ച സമയത്ത് തന്നെ സെറ്റാണ്. എൻ്റെ മോൻ ഇന്നത് വേണം, എൻ്റെ മോക്ക് ഇന്നത് വേണം. ദൂതന്മാരെ അസൈൻ ചെയ്ത് കഴിഞ്ഞു. ആ സമയമാകുമ്പോൾ മോക്ക് ഇത് കൊടുക്കണം, മോൻ ഇത് കൊടുക്കണം എന്നൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. അവന് ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ സമയത്ത് എന്തുകൊണ്ടൊരു 1000 വർഷം മുമ്പ് ജനിക്കാഞ്ഞേ? കാരണം നമ്മൾ സെറ്റ് ചെയ്ത് ഇപ്പൊ ജനിക്കാനാന്നേ. മനസ്സിലായോ? ഇപ്പൊ സെറ്റ് ചെയ്യണം, നമ്മൾ എവിടെ ജനിക്കണം, എങ്ങനെ വളരണം, എല്ലാ കാര്യങ്ങളും എല്ലാം. നമ്മുടെ പൊക്കം എത്ര ഉണ്ടാകണം, നമ്മുടെ കളർ എത്ര ഉണ്ടാകണം, തലയിൽ എത്ര മുടി ഉണ്ടാകണം, ഇതൊക്കെ ഓൾറെഡി എഴുതി സെറ്റ് ചെയ്തിരിക്കുക. അപ്പോ ഈ കർത്താവ് പറയാണ്, ഇതൊന്നും അല്ല നീ അന്വേഷിക്കേണ്ടത്. നീ അന്വേഷിക്കേണ്ടത് ദൈവത്തോട് കൂടിയുള്ള ജീവിതത്തെ കുറിച്ചാണ്. അപ്പൊ ഈ ലോക ജീവിതമാണ് അതിനെ തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ നിന്റെ ദർശനം അങ്ങോട്ടേക്ക് പോകാതെ ഈ ഷോട്ടിലേക്ക് പോയി. ഇത് ഓൾറെഡി നിന്റെ അപ്പൻ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നീ നോക്കേണ്ടത് അടുത്ത ജീവിതമാണ്. ഈ ഫേസിൽ നിനക്ക് വേണ്ടിയല്ല നിന്റെ അപ്പൻ ഒരുക്കിയിട്ടുണ്ട്. അടുത്ത ഫേസിൽ നിനക്ക് വേണ്ടത് നീ ഒരുക്കിക്കൊള്ളണം. ഇതാണ് സന്ദേശം. കേട്ടോ എൻ്റെ മക്കളെ? ഈ ഫേസിൽ നിനക്ക് വേണ്ടിയുള്ളതെല്ലാം നിന്റെ അപ്പൻ ഒരുക്കിയിട്ടുണ്ട്. അടുത്ത ഫേസിൽ നിന്റെ സ്ഥാനം ഏതാണെന്ന് നീ തീരുമാനിക്കണം. അത് ഇവിടെ വെച്ച്. മനസ്സിലായോ? ഇവിടെ നിനക്ക് വിതയ്ക്കാനുള്ള കാലമാണ്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ, മനുഷ്യൻ വിതയ്ക്കുന്ന തന്നെ കൊയ്യും, ദൈവത്തെ പരിഹസിച്ചുകൂടാ. ഈ ഫേസ് വിതയ്ക്കാനുള്ള ഫേസാ. അടുത്ത ഫേസ് വിതച്ചത് പ്രാപിക്കാനുള്ള ഫേസാ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതിരിപ്പാനും വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം ഇടുവാനും ആജ്ഞാപിക്കാം. അപ്പൊ വരും കാലത്തേക്ക് വേണ്ടി അടിസ്ഥാനം എവിടെ ഇടണം? ഇപ്പോഴേ ഇട്ട് പോകണം. പിടുത്തം കിട്ടിയ ഇവിടെ വേണ്ടതൊക്കെ ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബേറിന് ഇത്രയും പൊക്കമുണ്ട് അല്ലേ? ഈ കുറച്ചൊരു ആഗ്രഹം, എനിക്കൊരു 6 അടി ആകണം. നടക്കുമോ? നടക്കില്ല. ദൈവം സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അടുത്ത ഫേസിൽ ഞാൻ നിങ്ങൾ ആരാകണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുള്ള അനുവാദം ദൈവം തന്നേക്കണേ. സ്വർഗരാജ്യത്തിലെ ചെറിയവനാകാൻ നീ പോകരുത്, സ്വർഗരാജ്യത്തിലെ വലിയവനാകാം പൊക്കൊള്ളണം. ഈവൻ ഈ ഭൂമിയിൽ ജഡത്താൽ ജനിച്ച ആ സ്നാപക യോഹന്നാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയവൻ ക്രിസ്തുവിന്റെ അഭിപ്രായത്തിൽ. ഇനി ക്രിസ്തു പറയാണ്, സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും ഇവനേക്കാൾ വലിയവനാണ്. അപ്പൊ ആ ഒരു സ്വർഗരാജ്യം എന്ന സുവിശേഷം നാം മനസ്സിലാകാതെ നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല. അപ്പോ കർത്താവ് ആ ഫേസ് ഇട്ടിരിക്കുക. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്, നിങ്ങൾക്ക് എത്ര പേർക്ക് സൈക്കിൾ ഓട്ടാൻ അറിയാം? സൈക്കിളെ ഓട്ടാൻ അറിയാവുന്നൊരു കൈവയ്ക്ക്. ഇത്രയും പേര് സൈക്കിൾ ഓട്ടാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ സൈക്കിളെ ഓട്ടാൻ പഠിപ്പിച്ചപ്പോൾ നിങ്ങളെ പഠിപ്പിച്ച ആൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾ പെഡലിലേക്ക് നോക്കിയാണ് ചവിടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അയാൾ, ഇടി നേരെ നോക്കടി, ഡാ
നേരെ നോക്കാൻ. പിന്നെയും നിങ്ങൾ സ്പെഡലിട്ട് തന്നെ നോക്കും. അവരൊറ്റ അടി തരും. നേരെ നോക്കാല്ലോ ഇതിനോട് പറഞ്ഞേ. നേരെ നോക്കി ഓടിക്കണം ഇല്ലേ? എനിക്കുണ്ടായിട്ടുണ്ടേ. അതുകൊണ്ട് ഈ പറഞ്ഞേ, ഇത് തന്നെയാ കർത്താവും പറയണേ. ഈ എന്ത് കഴിഞ്ഞു, എന്തെടുക്കും, ഇത് നോക്കിട്ടിരിക്കുക. അപ്പൊ കർത്താവ് പറഞ്ഞേ, ഇത് നിനക്ക് കിട്ടണമെങ്കിൽ നീ നേരെ അങ്ങോട്ട് നോക്കിയാൽ മതി. നേരെ അങ്ങോട്ട് നോക്കിയാൽ ഇത് കിട്ടും. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കേ, അപ്പൊ ഇതും ചേർത്ത് നൽകപ്പെടും. മനസ്സിലായോ? ഹല്ലേലൂയ. അതായത് ഇപ്പൊ ഈ ഫാൻ കറങ്ങുന്നത് ഇവിടെ കിടന്നുണ്ട്. നിങ്ങൾ ഈ ഫാൻ കറങ്ങണത് എനിക്കറിയാം. ഇപ്പൊ ഫാൻ കറങ്ങാതെ ഇവിടെ വെച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഫാൻ കറക്കാൻ വേണ്ടി ഓരോരുത്തർ വന്നു. ആദ്യം നിങ്ങൾ കറങ്ങണില്ലല്ലോ. അനീസാന്റി കൂടി വന്നേ, രണ്ടുപേരും ഒരുമിച്ച് ഊതാട്ടാ. ആ ഫാൻ ആണെങ്കിൽ നിങ്ങൾ കൈയടിച്ച് അടുത്ത ആഴ്ച സാക്ഷ്യം പറഞ്ഞു. ഞങ്ങൾ ഊതിയപ്പോ കർത്താവിന്റെ കണ്ണിയാൽ ഫാൻ കറങ്ങി. അല്ല, ഫാൻ കറങ്ങി, സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് നല്ലവൻ, കർത്താവ് വലിയവൻ. ഞങ്ങളെ കൊണ്ട് കർത്താവ് ഫാൻ കറക്കിപ്പിച്ചു. അപ്പൊ വിവരമുള്ള ഒരാൾ അപ്പുറത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹം പറഞ്ഞു, എന്റെ പൊന്ന അനീസേ, എന്തിനാണ് ഈ മോളെ നീ ഇങ്ങനെ പറയണേ? നിനക്ക് ആ വയറെടുത്ത് ആ KCB-യുടെ കണക്ഷൻ ഒന്ന് കുത്തിയാ പോരാ. അർത്ഥം കിട്ടിയാ? ഇതാണ് വിവരമുള്ള യേശു എന്ന് പറഞ്ഞേ. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും, ഇതിനെ ഓർത്ത് ഭാരപ്പെടാതെ മുമ്പേ നീ നേരെ നോക്ക്. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കേ, അതോട് കൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ചേർത്ത് നൽകപ്പെടും. കാരണം ഇതൊക്കെ ഓൾറെഡി സെറ്റാ മക്കളെ, ഓൾറെഡി സെറ്റാ. നിങ്ങൾക്ക് അറിയോ, നിങ്ങൾക്ക് ഒരു കഥ അറിയോ? ഒരപ്പൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് മക്കളോട് പറഞ്ഞ് കഴിച്ചോളാൻ പറഞ്ഞു. ഈ കഴിച്ചോളാൻ പറഞ്ഞ ഉടനെ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് വീട്ടിൽ മോനങ്ങ് ഇറങ്ങിപ്പോയി. ഈ ഉണ്ടാക്കി വെച്ചതൊക്കെ അവിടെ ഇരിക്കുക. ഇതാണ് നമ്മുടെ അപ്പന്റെ അവസ്ഥ. സ്വർഗത്തിലെ കാര്യം പറഞ്ഞേ, ഏതെങ്കിലും സകലതും ഉണ്ടാക്കി അവന് കഴിക്കാനുള്ളത്, നല്ല ഒന്നാന്തരം ക്ലൈമറ്റ് ഉള്ള ക്രമീകരണങ്ങൾ, ഇതാ അവന് കുടിക്കാൻ വേണ്ടി നദി, ജീവജല, ആ നദി എല്ലാം അവിടെ ഒഴുകുന്നുണ്ട്. സകലത അവിടെ ഉണ്ട്. എന്നിട്ട് അവനോട് പറഞ്ഞു ഇഷ്ടം പോലെ കഴിച്ചോളാൻ പറഞ്ഞു. ഫ്രീലി ഈറ്റ് എന്ന് പറഞ്ഞേ, പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീലി ഈറ്റ്. അവസാനം ഇപ്പൊ മകൻ അവിടെ ഇല്ല, മകന്റെ മക്കളും അവിടെ ഇല്ല. ആ മക്കളാണ് ഇരിക്കണം മൊത്തം. മനസ്സിലായി? ആ മക്കളാണ് ഇരിക്കണത്. ഈ മക്കളോട് ഇനി എന്നാ പറയാനാ? അപ്പൻ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നീ അപ്പനോട് താമസിക്കാൻ ആഗ്രഹിക്കേ, അപ്പ റെഡിയാക്കി അവർക്ക് ചേർത്ത് നൽകപ്പെടുന്നേ. ഇതെല്ലാം പറഞ്ഞതിന്റെ അർത്ഥം എല്ലാം റെഡിയാ, ഓൾറെഡി റെഡിയാണ്. ഈ ആയുസ്സിൽ എനിക്ക് നിങ്ങൾക്കും ജീവിക്കാനുള്ളത് മുഴുവൻ റെഡിയാ. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിലുണ്ട്. ആകർ കനിയ, വെള്ളയില്ലേ കുടിക്കാൻ വെള്ളമില്ലേ? വെള്ളം എവിടെയുണ്ട്? അവളുടെ തൊട്ട് മുമ്പിൽ തന്നെ വെള്ളമുണ്ട്. പക്ഷെ അവർക്ക് കാണാൻ വയ്യ. ഇതേപോലെ നമുക്കുള്ള ബ്രെഡ് മുഴുവൻ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ചെയ്യേണ്ട ബിസിനസ് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണു തുറക്കത്തില്ല. ഏതിൽ വെച്ച് കണ്ണടഞ്ഞു പോയതാ ഇല്ലേ? ഏതിൽ വെച്ച് അകക്കണ്ണ് അടഞ്ഞു പോയി. അതുകൊണ്ട് കാണാൻ വയ്യ. അതാ കർത്താവ് പറഞ്ഞു, അകക്കണ്ണ് തുറക്കാനുള്ള ലേപനം എൻ്റെ അടുത്തുണ്ട്. ആ ലേപനം നീ വിലയ്ക്ക് വാങ്ങിയാൽ മതി, ആ കണ്ണ് തുറന്നു കിട്ടും. പക്ഷെ അതിനൊക്കെ വില കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി എന്ന് പറയുന്നത് നാം ദൈവത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി നാം ദൈവത്തോട് കൂടെ ജീവിക്കാൻ വേണ്ടിയാ. സിനിമോനെ ഈ വയറെടുത്ത് ഇതിലൂടെ കുത്തിയോട്ടെ. ദൈവം നമ്മളെ ജീവിച്ചിരിക്കുന്ന വിളി എന്ന് പറയുന്നത് നാം ദൈവത്തോട് കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ റീസ്ട്രക്ചർ ചെയ്യണം. അല്ലാതെ ഒരു ഗ്രൂപ്പിനുള്ളിൽ കയറി അവസാനിക്കുകയല്ല. സഭ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ നമ്മളെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പുള്ള ഒരു ഇന്റർവ്യൂ ഹോള് പോലെയാണ്. നമ്മൾ ഒരുക്കിയെടുക്കുന്ന ഒരു ഇന്റർവ്യൂ ഹോള് പോലെയാണ്. പക്ഷെ ഒരുക്കുന്ന ആള് റൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കാര്യം പെട്ടെന്ന് തന്നെ. നിങ്ങളുടെ ദൈവദാസന്റെ വളർച്ചയാണ് നിങ്ങളുടെ വളർച്ച.
നിങ്ങളുടെ ദൈവദാസം വളർന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ കീഴിലുള്ള എല്ലാവരും പെട്ടത് തന്നെ. ഇതാ യേശുക്രിസ്തു പറയുന്നേ, ശിഷ്യൻ ഗുരുവിനൊപ്പം വളർന്നത് മതി. മാക്സിമം ഓടം വരെ ഉള്ളൂ. ഗുരു കുരുടനായാൽ ശിഷ്യന്മാരൊക്കെ കുരുടന്മാരാ. ഗുരു നരകത്തിലേക്കാണോ പോണേ, ശിഷ്യന്മാരൊക്കെ നരകത്തിലേക്ക് പോകുള്ളൂ. വായിച്ചേ ലൂക്കോസ് സുവിശേഷം 6:39-40 വായിച്ചേ. Lord, I love you. 6:39-40. അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു, കുരുടനെ വഴി കാട്ടുവാൻ കഴിയുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ? കുരുടനെ വഴി കാട്ടാൻ കഴിയുമോ? ഇരുവരും വീഴുകയില്ലയോ? അപ്പൊ എന്ത് പറ്റും? കുരുടനെ വഴി കാട്ടിയ അടുത്തൊക്കെ ഷെയ്ക്കാൻ്റെ അടുത്ത് പറ, കുരുടനെ വഴി കാട്ടിയാൽ ഇരുവരും കുഴിയിൽ വീഴുമെന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടോ ഞാൻ രണ്ട് സൈഡിലും ഞാനിത് പറയണതിന് ഉദ്ദേശം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഉള്ളിൽ ഇതൊന്നും ഉറയ്ക്കും. മാത്രമല്ല, വചനം ധ്യാനിച്ചിരിക്കുന്നവർ ധ്യാനം വിട്ടു ഉണരും. ധ്യാനം വിട്ടു ഉണരുമ്പോ എന്തുണ്ട്? അവർക്കൊരു ആശ്വാസം ആയി, ആ ഭാഗങ്ങളൊക്കെ ആശ്വാസമായി. അപ്പൊ നിങ്ങളുടെ കംഫർട്ട്, നിങ്ങളുടെ അടുത്ത ആളില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിഞ്ഞ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് പുറയിൽ ആളുണ്ടെങ്കിലൊക്കെ ഒന്ന് ഷെയ്ക്കാനൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ വചനം അകത്ത് വീഴും, അവരുടെ ഉറക്കവും പോവും. മനസ്സിലായോ? അവർ ഉറങ്ങുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അവർ രക്ഷപ്പെടാൻ പോവുക. കാരണം ഇത് നിങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഉറക്കുന്നത്. ചിലപ്പോൾ ക്ഷീണം കൊണ്ട് ഉണ്ടല്ലോ, പിന്നെ കേൾക്കാതിരിക്കാൻ വേണ്ടി ഉറങ്ങാം. പിന്നെ അതിന് ഉറങ്ങാതിരിക്കാൻ ഒറ്റ മരുന്നേ ഉള്ളൂ, TV ഓൺ ചെയ്യുക, ഏഷ്യാനെറ്റിന്റെ സീരിയൽ ഇട്ട് കൊടുക്കുക. അല്ല, അപ്പൊ ഉറക്കമൊക്കെ പോകും. ഇനി ഉറങ്ങാനുള്ള മരുന്നെന്ന് വെച്ചാൽ തിരുവചനം, ബൈബിൾ വായിച്ചു കൊടുക്കും, ഉറങ്ങിക്കോളും. അപ്പൊ ഇതൊക്കെ ഒരു അസുഖത്തിന്റെ ഭാഗമാണ്, ഒരസുഖത്തിന്റെ ഭാഗമാണ്. കാരണം രക്ഷപ്പെട്ടു പോകുള്ളൂ, അല്ലെങ്കിൽ ഇവൻ രക്ഷപ്പെട്ടു പോകും എന്ന് പിശാചിന് അറിയാവുന്നതുകൊണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ ഉറക്കും, സീരിയൽ കാണുമ്പോൾ ഉണർത്തും. മനസ്സിലായോ? രാത്രി ഇങ്ങനെ ഉറക്കോളച്ചിരുന്നുകൊണ്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും. ഉറക്കോളച്ച് എത്ര മണിയായി? രാത്രി 1 മണി 2 മണി കുത്തിക്കൊണ്ടിരിക്കും. അപ്പോ അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ദൈവവചനം കേൾക്കാൻ പോയാ ഉറക്ക. ഇത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാ. എന്താ മീറ്റിംഗ് കാണാൻ? ഞാൻ പനിയാ. അപ്പൊ വൈകിട്ട് പോയി പാർക്കിൽ പോകാൻ പനിയില്ല, മീറ്റിങ്ങിന് പോകാൻ പനിയാ. ശ്രദ്ധിച്ചേ, ഇത് മനുഷ്യന്റെ പ്രത്യേകത. ചെറിയൊരു കാര്യം മതി പ്രയർ മുടക്കാൻ. എന്നിട്ട് വീട്ടിൽ പോയിട്ട് എന്നാ ചെയ്തു? വീട്ടിൽ പോയിട്ട് അവിടെ ഇരുന്നു. പിന്നെ പ്രയർ ഹോളിൽ ഇരുന്നോ പോരായിരുന്നോ? പ്രയർ ഹോളിൽ ഇരുന്നോ പോരായിരുന്നോ? വീട്ടിലിരിക്കണം. ശ്രദ്ധിച്ചേ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ചിന്തയില് നമ്മൾ ദൈവിക കാര്യങ്ങളെ ലൈറ്റായിട്ട് കാണും, മറ്റുള്ള കാര്യങ്ങളെ വലുതായിട്ട് കാണുവാനായിട്ട് ഇടയാകും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട തലം എന്ന് പറയുന്നത്, ദൈവം നമ്മളെ എന്തിനായി വിളിച്ചു എന്ന് തിരിച്ചറിയുക. ദൈവം നമ്മളെ വിളിച്ചത് ദൈവത്തോടു കൂടെ ജീവിക്കാൻ. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ട് നമ്മൾ ആരംഭിക്കണം. ഇതാണ് 1 തെസ്സലോനിക്കർ 5:9-10 വാക്യങ്ങളിലെ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിയമനം, അപ്പോയിന്റ്മെന്റ് ഓർഡർ. ഇത് തിരിച്ചറിഞ്ഞ് ഇത് നമ്മുടെ ഉള്ളിൽ ആഴമായിരിക്കണം. എന്നെ ദൈവം വിളിച്ചത് ദൈവത്തോട് കൂടെ ജീവിക്കാനാണ്. ദൈവത്തോട് കൂടെ ജീവിക്കാനാണ്. വായിച്ചു 1 തെസ്സലോനിക്കർ 5:9. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. അവസാനം പറഞ്ഞ വാക്യം ഒരുമിച്ച് പറഞ്ഞ നിയമിച്ചിരിക്കുന്നത്. നിയമിച്ചിരിക്കുന്നത് എന്തിനു നിയമിച്ചു? ശ്രദ്ധിച്ചേ, അതിന്റെ പർപ്പസും ഉണ്ട്, മുഖാന്തരം ഉണ്ട്. അതില് പർപ്പസ് നമ്മളെപ്പോഴും വിട്ടുകളയും. ദൈവത്തിന്റെ വചനം പറയുകയാണ്, പർപ്പസ് വിട്ടുകളയും. ഒരു ദേവദാസന് ഈ പർപ്പസ് വിട്ടുകളയും. ഇത് അറിയണം, ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. ഇതാണ് പർപ്പസ്.
ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്. ഹല്ലേലൂയ, ഇതാണ് പർപ്പസ്. ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്. ഇന്ന് മനുഷ്യരോടുകൂടെ, മരണമുള്ള മനുഷ്യരോടുകൂടെ ജീവിക്കുന്ന ഈ ജനം, നാളെ നമ്മൾ ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതാണ്. ജീവിക്കേണ്ടതിന്. നിന്റെ കുഞ്ഞെ, നിന്റെ മോൻ എഞ്ചിനീയർ ആകേണ്ടതിന് ഇപ്പോൾ നീ നിന്റെ കയ്യിലെ പൈസ കൊടുത്ത് അവനെ പോലീസ് സ്റ്റേഷനിലെ ജയിലിൽ നിന്നും വിടുവിച്ചു. യേശുക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചത്. പിടുത്തം കിട്ടിയ യേശുക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിക്കണം. അപ്പൊ ഒരു കാര്യത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യും. എന്ത് കാര്യമാണ്? ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന്. അതാണ് പർപ്പസ്. ഇപ്പൊ ചെയ്യുന്നത് യേശുക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിപ്പിക്കുന്നു. പിടുത്തം കിട്ടിയ നിന്റെ കുഞ്ഞിനെ നിനക്ക് എഞ്ചിനീയർ ആക്കുന്നതിന് വേണ്ടി ഇപ്പൊ അവൻ എവിടെ? എഞ്ചിനീയറിംഗ് കോളേജിലല്ല, ഇപ്പൊ അവൻ പോലീസ് സ്റ്റേഷനിലാണ്. അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിഴ അടിച്ച് അവനെ സൗജന്യമായി അവനെ വിടുവിച്ചു. എന്തിനു വേണ്ടിയാ? എഞ്ചിനീയർ ആക്കാൻ വേണ്ടി. ഇതേപോലെ നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി ദൈവത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി ഇപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം ഈ ലോകമാകുന്ന ജയിലിൽ നിന്ന്, പിശാചിന്റെ കീഴിൽ നിന്ന് തന്റെ രക്തം കൊടുത്ത് നമ്മളെ സൗജന്യമായി വിടുവിച്ചു. അങ്ങനെ ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. മനസ്സിലായോ? ഒന്ന് പർപ്പസ് ആണ്, മറ്റത് മുഖാന്തരമാണ്. ഹല്ലേലൂയ, പ്ലാനാണ്. ഇതൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ തിരിച്ചറിവില്ലാതെ പ്ലാൻ വെച്ചിട്ട് പർപ്പസിനെ റീപ്ലേസ് ചെയ്യുന്ന ബുദ്ധിശൂന്യമായ പരിപാടിയാണ് ഇന്ന് സഭകൾ അധികവും ചെയ്യുന്നത്. എന്നിട്ട് അത് പറയുമ്പോൾ തർക്കിച്ചു വരികയും ചെയ്യും. പ്ലാൻ വെച്ച് പർപ്പസ് റീപ്ലേസ് ചെയ്യരുത്. പർപ്പസിനാണ് പ്രാധാന്യം. ഹല്ലേലൂയ. പ്ലാൻ അതിന് പർപ്പസ് നിവൃത്തിയാകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പോ പ്ലാൻ ഉപയോഗിച്ച് നമ്മൾ പർപ്പസിലെത്തണം. യേശു ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവ് ഒരുക്കിയ രക്ഷയെ നാം ഉപയോഗിച്ച് യേശുവിലൂടെ സ്വർഗസ്ഥ പിതാവിങ്കൽ ദൈവത്തിന്റെ മക്കളായി എത്തണം. ഇതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, വഴിയും സത്യവും ജീവനും. യേശു പറയുന്നു, ഞാനാകുന്നു. എന്നിലൂടെ നിങ്ങൾ, എന്നിലെത്തണം എന്നല്ല പറഞ്ഞേ, എന്നിലൂടെ വേണം സ്വർഗീയ പിതാവിങ്കൽ എത്താൻ. ഇന്ന് പലപ്പോഴും ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥാനമാണ് സ്വർഗീയ പിതാവിന്. സ്വർഗീയ പിതാവിന് നല്ലൊരു പങ്കും ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥാനമാണ്. ഹല്ലേലൂയ. ഇന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. സഭകളിലേക്കൊക്കെ ചെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ശ്രദ്ധിച്ചേ, കണ്ണ് അടയ്ക്കല്ലേ, ധ്യാനിക്കല്ലേ, ഒന്ന് കണ്ണ് തുറന്നേ. ശ്രദ്ധിച്ചാൽ അറിയാം. ഇന്ന് നല്ലൊരു പങ്ക് സഭകളിലും പിതാവ് പുറത്താ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു 3 പാട്ടേ പാടാറുള്ളൂ. മാക്സിമം 4 പാട്ട് പാടുമായിരിക്കും ആരാധനയ്ക്ക്. അത് ഓൾമോസ്റ്റ് 3 പാടിയ 3 പുത്രനാണ്. അപ്പനില്ല, അപ്പന് പാട്ടില്ല. ഇനിയിപ്പോ ഒരെണ്ണങ്ങാനും അറിയാതെ പഴയ പാട്ട് ഏതെങ്കിലും ഒന്ന് കയറി വന്നാലേ ഉള്ളൂ. അറിയാതെ വന്നതാ. ഗ്ലോറി. അപ്പോ പുത്രനിൽ വന്നങ്ങ് അവസാനിക്കുക. ശരിക്കും പുത്രനിൽ വന്നിട്ടാണ് ഇവിടെ അവസാനിക്കണല്ല. മത്തായി 21, 22, 21 എല്ലാ ദേവദാസന്മാരും രക്ഷിക്കപ്പെട്ടവരും പുത്രനിൽ വന്നിട്ട് അവസാനിച്ചു. അതിൽ പുത്രന്റെ അടുക്ക വരെ വന്നു. പലരും പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ പോയ പുത്രനെ കണ്ടാ മതി. സ്വർഗത്തിൽ ചെന്നാൽ എനിക്ക് ആരെ കണ്ടാ മതി? യേശുവിനെ കണ്ടാൽ മതി. ആഗ്രഹം സാധിക്കുന്നുണ്ട് എല്ലാവരുടെ. മത്തായി 21, 22, 21 അവർ ആ യേശുവിന്റെ അടുക്കൽ വന്നു, യേശുവിനെ കണ്ടു. യേശു പറയുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു. ആഗ്രഹവും നടന്നു. യേശു ഇങ്ങനെയാ സംസാരിച്ചേ, ഗെറ്റ് ഔട്ട്. ഞാൻ ഒരു കാലത്തും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഇവരുടെ ആഗ്രഹം സാധിച്ചോ? ഞങ്ങൾക്ക് യേശുവിനെ കണ്ടാ മതി. യേശുവിനെ കണ്ടോ? ആർക്കും പിതാവിനെ കാണണ്ട, എല്ലാവർക്കും യേശുവിനെ കണ്ടാ മതി. യേശു വന്ന എന്തിനാ? നമ്മളെ പിതാവിനെ കാണിപ്പിക്കാനാ. ഇവർക്ക് എല്ലാവർക്കും ആരെ കണ്ടാ മതി? യേശുവിനെ കണ്ടാ മതി. മത്തായി 21, 22, 23 യേശു അവരോട് സംസാരിച്ചു. യേശു പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നതിനല്ല എന്റെ പിതാവിന്റെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്താലേ അവിടെ പ്രവേശിക്കാൻ പറ്റൂ. ദേവദാസന്മാർ പറഞ്ഞു, ഞങ്ങൾ അനേക മീറ്റിങ്ങുകളൊക്കെ നടത്തി, രോഗികളെ സുഖമാക്കി പ്രവചിച്ചു. കർത്താവ് അവരോട് സംസാരിച്ചു. സംസാരിച്ച് എത്ര മാത്രം തോന്നുന്നു, സംഭവം തീർന്നു. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നു അല്ലേ? ശരിക്കും പറഞ്ഞ വൻ ചതിയല്ലേ ഇത്? വൻ ചതിയല്ലേ? ശരിക്കും ദേവദാസന്മാരിൽ ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? ദേവദാസന്മാരിലെ പറഞ്ഞു കൊടുക്കേ. കുരുടന്മാരായ വഴികാട്ടികളായിട്ട് ഇത് ഈ യേശുവിന്റെ പേരും വെച്ചിട്ട് സഭ കെട്ടിപ്പടക്കി തങ്ങൾക്കൊരു ഉപജീവന മാർഗം കെട്ടി അവസാനിപ്പിച്ച അവസ്ഥയായി പോയില്ലേ? ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ ലജ്ജയായതിൽ മാനം കൊള്ളുന്നു. അവരുടെ ദൈവം വയറ്, അവരുടെ അവസാനം നാശം. അതാ യേശു പറഞ്ഞ ഗെറ്റ് ഔട്ട്. ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല.
Get out. എന്റെ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ചേ, പിതാവിനെ പുറത്താക്കുന്ന യേശുവിനെ അല്ല നമ്മൾ ബൈബിളിൽ കാണുന്നത്, നമ്മളെ പിതാവിൽ എത്തിക്കുന്ന യേശുവിനെയാണ്. ഈ ഒരു കാര്യം തിരിച്ചറിയണം. പിതാവിനെ പുറത്താക്കുന്ന യേശുവിനെ അല്ല, വഴി സത്യം ജീവനും ഞാനാവുന്നു, എന്നിലൂടെ നിങ്ങൾ പിതാവെങ്കിൽ എത്ര എന്ന് പറയുന്ന യേശുവിനെയാണ്. മറ്റേ യേശു എന്ന് പറഞ്ഞാൽ വിശുദ്ധ പൗലോസ് പറഞ്ഞു, അത് ഞാൻ പ്രസംഗിച്ച യേശു അല്ല, അത് മറ്റൊരു യേശുവാണ്. ലക്ഷ്യം മാറിയുള്ള യേശു. അവിടെ സ്തുതി ആരാധനയൊക്കെ ഉണ്ട്, പക്ഷേ ഒരെണ്ണം സ്വർഗീയ പിതാവിന്റെ അടുക്കൽ കയറില്ല, സ്വർഗാദി കയറുന്നില്ല. യേശുവിന്റെ അടുക്കൽ വരെ ചെല്ലാം, യേശുവിന്റെ അടുക്കൽ വരെ ചെല്ലാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ പാട്ടുപുസ്തകം ഉണ്ടാവുമല്ലോ അല്ലേ? സിയാൻ കിതാബിൽ നിന്ന് പാട്ടുപുസ്തകം വീട്ടിലുള്ളവർ എത്ര പേരുണ്ട്? നിങ്ങളിൽ പാട്ടൊന്ന് എണ്ണിക്കോ. ഈ വൃദ്ധന്മാരെ വീട്ടില് വയസ്സ് അവർ പറയാറില്ലേ, ഞങ്ങൾക്കിപ്പോ മക്കൾ ഒരു വിലയും തരുന്നില്ല, കറിവേപ്പിനുള്ള വില പോലും ഞങ്ങൾക്ക് തന്നില്ല എന്ന് പറഞ്ഞാൽ ഓണിക്കൂല്ലേ? ഇനി അതിൽ എത്ര പാട്ട് പിതാവിനെ കുറിച്ച് ഉണ്ടെന്ന് ചെക്ക് നോക്കിക്കോ. കുറച്ച് പാട്ടുണ്ടാവും. 2020 പ്രിന്റ് ചെയ്ത സിയോൻ കിതാബിനെ ഉണ്ട്, 2020 ഇപ്പൊ ലേറ്റസ്റ്റ് ഉണ്ട്. അതിൽ 1861 മലയാളം പാട്ടുണ്ട്, ബാക്കി ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് വേറെ ഉണ്ട്. ഈ 1861 പാട്ടുകളിൽ പിതാവിനെ കുറിച്ച് പാട്ട് എത്ര എണ്ണം അറിയാമോ? ഞങ്ങൾ കുത്തിയിരുന്ന് ഞാൻ ഓരോ സഹോദരനെ വെച്ച് എണ്ണിപ്പിച്ചു. 74 എണ്ണം. ഒരു 4% അറൗണ്ട്, ഇത്രേ ഉള്ളൂ പിതാവിന്റെ സ്ഥാനം. ബാക്കിയെല്ലാം എന്ത് ചെയ്തു? പുത്രനോട് കൊടുത്തു. നമ്മൾ ഈ ബൈബിളിൽ യേശുവിനെ തന്നെ നമ്മളങ്ങ് മാറ്റി തന്നു. നമ്മുടെ കുരുട്ടുബുദ്ധി ഇതൊക്കെ ചെയ്യണം. യേശു ബൈബിളിലെ യേശു ഇങ്ങനെയൊന്നുമല്ല, പിതാവിനെ വെളിപ്പെടുത്തും. നമ്മുടെ കുരുട്ടുബുദ്ധിയാ. അബ്ശാലോം എന്താ ചെയ്തേ? ദാവീദിന്റെ മോനെ സൂത്രത്തില് മിനിസ്ട്രി ചെയ്തു. ഭയങ്കര മിനിസ്ട്രി ആയിരുന്നു പുള്ളിയുടെ മിനിസ്ട്രി എന്തെന്നറിയാമോ? താൻ 10-50 കുതിര ആളുകളൊക്കെ സംഘടിപ്പിച്ചു. എന്നിട്ട് രാവിലെ കൊട്ടാരത്തിന്റെ വാതിക്കൽ വന്ന് നിൽക്കും. ആരെങ്കിലും രാജാവിനെ കാണാൻ വരുമ്പോ പുള്ളി ആദ്യം, രാജാവ് ഭയങ്കര തിരക്കാണല്ലോ, ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും, വിശുദ്ധീകരണം കൊടുക്കും. അപ്പൊ എന്നാ സ്നേഹമാ. എന്നിട്ട് എന്താണ് നിന്റെ പ്രശ്നം? ഇന്നാ പ്രശ്നം, രാജാവിനെ കാണാൻ വന്ന്. രാജാവ് ഭയങ്കര തിരക്കാ, ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ പുള്ളി നിരന്തരം ചെയ്യും. ഇതാണ് മിനിസ്ട്രി എന്ന് പറഞ്ഞ മക്കളെ. മിനിസ്ട്രി പഠിക്കണമെങ്കിൽ അബ്ശാലോമിനെ കണ്ട് പഠിക്കണം മിനിസ്ട്രി. മനസ്സിലായ? അപ്പനെ പുറത്താക്കുന്ന മിനിസ്ട്രി. ഇതാ അങ്ങനെ മിനിസ്ട്രി ചെയ്ത് പുള്ളി ഭയങ്കര സക്സസ് ആയിട്ടാ. അങ്ങനെ ചെയ്ത് ഈ ജനത്തിന്റെ ഹൃദയം മുഴുവൻ പുള്ളി അങ്ങനെ വശീകരിച്ചു. എന്നിട്ട് ഒരു ദിവസം ഇതാ അപ്പുറത്ത് വേറെ സ്ഥലത്ത് വേറെ പഠനം പോയി. ഇതാ ഈ അതിന്റെ അടുത്ത് തന്നെ അടുത്തൊരു പഠനം, ഇവിടുത്തെ കുറെ ആളുകളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇവിടെ ആളുകളെ നിർത്തി. അവിടെ അബ്ശാലോം രാജാവായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദാവീദിന്റെ അടുക്കൽ ഒരു അനൗൺസ്മെന്റ് നടത്തി. പിന്നെ ദാവീദ് പേടിച്ചു. ദാവീദ് ഇതാ തനിക്കുള്ളതും കൊണ്ട് കാട്ടിലേക്ക് ഓടുകയാ. നമ്മൾ യേശുവിന് ഇങ്ങനത്തെ ഒരു പ്രതിഷ്ഠ നടത്തി. അപ്പന്റെ സിംഹാസനം ഇതാ മോന് കൊണ്ട് കൊടുത്തിട്ട് ഇതാ അപ്പനെ അങ്ങ് മാറ്റി, ഒപ്പത്തിനൊപ്പം കൊണ്ടുവരുന്നു. അതിനുശേഷം പയ്യെ എടുത്ത് അപ്പനെ അങ്ങ് ആരും അറിയാതെ അങ്ങ് മാറ്റി. ഇതൊക്കെ ശരിക്കും വഞ്ചനയല്ലേ? ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നവന് എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുന്നറിയോ? നമ്മൾ അതിന് ജയ് വിളിക്കണം. അതിന്റെ കൂടെ ഇവരൊക്കെ കൂടെ ചേർക്കാൻ വേണ്ടി അവരോട് കൂടെ നിൽക്കുന്നു. പകരം ഇവരൊക്കെ സെമത്തേരി കാൻഡിഡേറ്റ്സ്, ഇന്ന് കാണുന്ന ഇവരൊക്കെ നാളെ മണ്ണിന്റെ അടിയിലാ. നിനക്കും എനിക്ക് ജീവൻ തന്ന ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തോട് കൂടെ നിൽക്കാൻ നോക്ക്. ഹല്ലേലൂയ. ഇതിനൊന്നും കൂട്ടാകരുത്. ഒറിജിനൽ യേശു വന്നത് നമ്മളെ ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവുമായിട്ട് ഒന്നാക്കാനാ, ഒരു കുടുംബമാക്കാനാ, അല്ലാണ്ട് അപ്പനെ പുറത്താക്കാനല്ല വന്നത്. അപ്പനുമായി നമ്മളെ ഒന്നാക്കാനാ. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, വിശുദ്ധ ബൈബിളിലെ ഓരോ വചനവും സത്യമാണ്. ഇത് തെറ്റായി വ്യാഖ്യാനിച്ച് ഇനി ഈ തെറ്റുകളെ നിലനിർത്താൻ, ഈ വചനം കേൾക്കുമ്പോൾ സത്യം മനസ്സിലാക്കി മനസ്സാന്തരപ്പെടുന്നവർക്ക് കുഴപ്പമില്ല. ഇനി തെറ്റുകൾ തെറ്റ് അങ്ങനെ തന്നെയാന്ന് പറഞ്ഞ് കടുങ്കെട്ടിടുന്നവരുണ്ടെങ്കിൽ അവരുടെ ശിക്ഷ ഒരിക്കലും മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ. തിരുവചനം മനസ്സിലാക്കുക. അവസാനം യേശുക്രിസ്തു നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മളെ ഒരുക്കിയെടുത്ത് ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മളെ സ്വർഗസ്ഥ പിതാവിനെ ഏൽപ്പിക്കും. നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് പിതാവിന് വേണ്ടിയാ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ഉള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി, തന്റെ അപ്പനായി വിലയ്ക്ക് വാങ്ങിയെന്ന്. ആ വിലയ്ക്ക് വാങ്ങിയ നമ്മളെ ഇന്ന് നമ്മൾ സ്വന്തം രാജ്യക്കാരാണ്. നമ്മളെ രാജ്യം മാറ്റും. നമ്മളെ ദൈവരാജ്യക്കാരാക്കി മാറ്റിയിട്ട് നമ്മളെ രാജ്യത്തെ ഇതാ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും.
നമ്മളെ പിതാവിന്റെ കയ്യിലേൽപ്പിക്കുക. അവസാനം ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോ നമ്മളെ പിതാവിന്റെ കയ്യിലേൽപ്പിച്ച് ദൈവ സകലത്തിലും സകലതുമാകേണ്ടത് ആ പുത്രൻ താനും ആ പിതാവിന് കീഴടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുമ്പോ ഇതെല്ലാം എടുത്ത് കാറ്റിൽ പുറത്തിയിട്ട് മറ്റൊരു സുവിശേഷത്തെ ഈ ലോകത്ത് ഓടിക്കുന്ന ക്രിസ്തീയ സഭകൾ മാനസാന്തരപ്പെടുവാൻ തയ്യാറാകണം. അല്ലെങ്കിൽ കഠിനമേറിയ ശിക്ഷാവിധി നിങ്ങൾക്ക് കടന്നു വരും. നിങ്ങൾ ഇത് അറിഞ്ഞില്ലായിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. അറിഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് കഠിനമേറിയ ശിക്ഷാവിധി ഉണ്ടെന്നാണ് രാജാക്കന്മാർ രാജാവായ കർത്താവായ യേശു ഈ ഭൂമിയിൽ അന്ന് ദൈവദാസന്മാരോട് പ്രഖ്യാപിച്ചത്. യേശു ക്രിസ്തു ഇന്നലെ ഇന്ന് നാളെയും മാറാത്തവൻ. ഏത് യേശു? മറ്റൊരു യേശു അല്ല, ഒറിജിനൽ യേശു. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങൾ, ഈ കാര്യങ്ങൾ തിരിച്ചറിയുക. ദൈവം നമ്മളെ വിളിച്ചത് എന്തിനാണെന്ന് അറിയാമോ? ദൈവത്തോട് കൂടെ ജീവിക്കാനാ. അതിലേക്കും നമ്മളെ മാറ്റുന്ന ടെക്നോളജിയാണ് പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. ഈ പുതിയ സൃഷ്ടിയാണ് ലോകം കണ്ടത് ഏറ്റവും വലിയ വണ്ടർ. ഹല്ലേലൂയ. ഏറ്റവും വലിയ വണ്ടർ. ആ വണ്ടർ എന്താ ചെയ്യുന്നത്? നമ്മളെ അസ്തിത്വം മാറ്റുകയാ. മനസ്സിലായോ? നമ്മളെ അസ്തിത്വം മാറ്റുകയാ. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. ഹോള് മാറ്റുന്ന സുവിശേഷം ധാരാളമുണ്ട്. ഹോള് മാറ്റുന്ന സുവിശേഷം. നേരത്തെ വിഗ്രഹമുള്ള ഒരു ഹോളിലായിരുന്നു, ഇപ്പൊ വിഗ്രഹമില്ലാത്ത ഒരു ഹോളിലായി. നേരത്തെ കൈ കെട്ടി ഈ ആരാധിക്കുന്ന ഹോളിലായിരുന്നു. ഞാനൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു. ജനലിൽ കൂടി കുർബാന കാണുമായിരുന്നു. എന്റെ അപ്പനൊക്കെ എന്നെ എങ്ങനെ കാണിച്ചു തന്നെ, ഭൂമിയിലെ അപ്പനെ ജനലിൽ കൂടി, കത്തോലിക്ക പള്ളിയിലെ കുർബാന കാണുന്ന ജനലിൽ കൂടി ഞങ്ങള്. ഹല്ലേലൂയ. എന്റെ അപ്പൻ അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പുറകിൽ പോയി കാണും. അപ്പൊ എനിക്ക് ആദ്യം അപ്പനെ കാണാം, അപ്പന്റെ ജനലിൽ കൂടി നോക്കുമ്പോ അച്ഛനെ കാണാം. ഹല്ലേലൂയ. അങ്ങനെ കൈ കെട്ടി ആരാധിക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ ഞാൻ കൈ കൊട്ടി ആരാധിക്കുന്നത്. ഇതാണ് എനിക്ക് വന്ന പ്രധാന മാറ്റം. പക്ഷെ യഥാർത്ഥ സുവിശേഷത്തിൽ അങ്ങനെയല്ല. അസ്തിത്വം മാറുകയാണ്. അസ്തിത്വം മാറുകയാണ്. ഹല്ലേലൂയ. മനുഷ്യ ആ അസ്തിത്വത്തിൽ നിന്ന്, ജഡരൂപ അസ്തിത്വത്തിൽ നിന്ന് ദൈവപുത്രന്റെ അസ്തിത്വത്തിലേക്ക് എന്നെയും നിങ്ങളെയും മാറ്റുക. ദൈവത്തിന്റെ തലമുറയിലേക്ക് നമ്മളെ മാറ്റുക. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. ദൈവത്തിന്റെ തലമുറയിലേക്ക്. ഇതാ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം കൊളോസ്യൻ 1:15 പറയുകയാണ്, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാണ്, അവൻ സർവ്വ സൃഷ്ടികൾക്കും ആദ്യജാതനാണ്. ആദ്യജാതനായ ക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ ദൈവം കാൽവരി ക്രൂശിൽ നമ്മളെ പുതിയതായി സൃഷ്ടിച്ചു. അങ്ങനെ ക്രിസ്തുവിലൂടെ നമ്മളെ, ക്രിസ്തു മുഖാന്തര നമ്മളെ പുതിയതായി സൃഷ്ടിച്ചു. ഈ ഒരു തിരിച്ചറിവാണ് നമ്മൾ ആ തലമുറയിലേക്ക് മാറുക. സ്വർഗസ്ഥ പിതാവ്, സർവത്തിന്റെയും പിതാവ്, യേശു ക്രിസ്തുവിന്റെ പിതാവ്. എന്നാൽ എന്റെയും യേശു ക്രിസ്തുവിന്റെയും പിതാവ് സ്വർഗസ്ഥ പിതാവ്. എന്നാൽ യേശു ക്രിസ്തു നമ്മുടെ തല, അതായത് ക്രിസ്തുവിലും ക്രിസ്തു മുഖാന്തരമാണ് നമ്മളെ ജനിപ്പിച്ചത്. അങ്ങനെ ക്രിസ്തു മുഖാന്തരം നമ്മളെ ജനിപ്പിച്ചത് കൊണ്ട് ഈ ക്രിസ്തു നമുക്ക് നിത്യപിതാവാ. കാരണം യേശു ക്രിസ്തു മരിച്ചു. മക്കളുള്ളവനെയാണ് പിതാവെന്ന് വിളിക്കുന്നത്. അങ്ങനെ യേശു ക്രിസ്തു പറയാണ്, ഇതാ ഞാന് ദൈവം എനിക്ക് തന്ന മക്കള്. അങ്ങനെ മക്കളുള്ളവനെയാണ് പിതാവ് എന്ന് വിളിക്കുക. എബ്രായലേഖനം 2:12 പറഞ്ഞേട്ടോ. അവിടെ പറയാണ്, യേശു പിതാവിനെ നോക്കി പറയാണ്, ഇതാ ഞാന് പിതാവ് ദൈവം എനിക്ക് തന്ന മക്കളും. നമ്മളൊക്കെ പിതാവ് യേശുവിന് കൊടുത്ത മക്കളാ. യേശുവിന് കൊടുത്ത മക്കളാ. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചപ്പോ നമ്മളൊക്കെ ദൈവം ആദത്തിന് കൊടുത്ത മക്കളായിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് അസ്തിത്വം മാറ്റം. പുതിയ സൃഷ്ടിയിലേക്ക് വന്നപ്പോൾ നമ്മൾ എല്ലാവരും പിതാവ് യേശുവിന് കൊടുത്ത മക്കളാണ്. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളുടെ കൂടെയുള്ളവനാകിയാൽ അവനും യേശുവോ ആത്മാവാകുന്ന ക്രിസ്തുവോ അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടെയുള്ളവനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് വചനം മാംസമായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്തെ നീക്കി മരണപര്യന്തം, ജീവപര്യന്തം മരണത്തിന് അടിമകളായവരെ ഒക്കെയും വിടുവിച്ചു. ഇതാണ് കാൽവരി ക്രൂശിൽ നടന്ന കാര്യം. ഹല്ലേലൂയ. ആ കാൽവരി ക്രൂശിലൂടെ സ്വർഗത്തിലെ ദൈവത്തിന് ക്രിസ്തുവിലൂടെ മക്കൾ ജനിക്കപ്പെട്ടു. ഇതാണ് ശ്രേഷ്ഠമേറിയ സംഭവം. സഭകൾ മനസ്സിലാക്കേണ്ട കാതലായിട്ടുള്ള പോയിന്റ്. വായിച്ചേ എബ്രായലേഖനം 2:12. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. യേശു ക്രിസ്തുവിന് 2 ഫേസ് ഉണ്ട്. അത് അടുത്ത സെക്ഷൻ നമുക്ക് മനസ്സിലാക്കാം. ഒരു ഭാഗത്ത് സഹോദരൻ, ഒരു ഭാഗത്ത് നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. ഏതാ? സ്വർഗസ്ഥ പിതാവല്ല, മനസ്സിലാക്കുക. സ്വർഗസ്ഥ പിതാവല്ല, പകരം സ്വർഗസ്ഥ പിതാവ് കാരണഭൂതനാണെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരമാണ്. ഹല്ലേലൂയ. എപ്പോഴും മനസ്സിലാക്കണം, സ്വർഗീയ കുടുംബമാണ്. നമ്മുടെ ഭൂമിയിലെ കുടുംബത്തിൽ മക്കളെ ജനിക്കുന്നത് പിതാവ്, അതായത് പിതാവ് മാതാവിലൂടെ മക്കളെ ജനിപ്പിക്കുന്നു, ഭർത്താവ് ഭാര്യയിലൂടെ മക്കളെ ജനിപ്പിക്കുന്നു. സ്വർഗീയ കുടുംബത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, ലേഡി കഥാപാത്രങ്ങളില്ല.
മനസ്സിലാവുന്നുണ്ടോ? ലേഡി കഥാപാത്രം ഇവിടെ സ്ത്രീ മുഖാന്തരമാണ് പുരുഷൻ കാരണഭൂതനാണ് മക്കളെ ജനിപ്പിക്കുന്നത്. സ്വർഗീയ കുടുംബത്തിൽ പിതാവ് കാരണഭൂതന്, പുത്രൻ മുഖാന്തരവുമാണ്. ഹല്ലേലൂയ. അങ്ങനെ സ്വർഗീയ പിതാവ് പുത്രന് കൊടുത്ത മക്കളാണ് നമ്മളെല്ലാവരും. ആ പുത്രൻ മുഖാന്തരമാണ് കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ, ഇതാണ് യേശയ്യാ 53:10, കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ മക്കളെ ജനിപ്പിക്കുക. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞ ബൈബിളിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ വാക്യം. ഏറ്റവും ശ്രേഷ്ഠമേറിയ വാക്യം എല്ലാ തിരുവത്താഴ ശുശ്രൂഷകളിലും വായിച്ചു വിടുന്നുണ്ട്, പക്ഷെ മനസ്സിലാകുന്നില്ല എന്താ ഈ പറയണേന്ന്. യേശയ്യാ 53:10 പറയുകയാണ്, ഇതാ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണണോ. ഈ സന്തതിയാണ് ദൈവപുത്രരായ നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അവൻ സന്തതിയെ കാണുകയും അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം, ഇതാണ് സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കാനുള്ള യോഗ്യത. എന്റെ കർത്താവെ കർത്താവ് എന്ന് പറയുന്ന യവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം യേശുവിന്റെ കയ്യാൽ സാധിക്കുകയും വേണം. അപ്പൊ എന്താ ദൈവത്തിന്റെ ഇഷ്ടം? യേശയ്യാ 53:10 ശ്രദ്ധയോടെ വായിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങൾ ഒരാളോട് ചോദിക്കുക എന്താണ് ദൈവത്തിന്റെ ഇഷ്ടമെന്ന്. അപ്പൊ ശ്രദ്ധയോടെ വായിച്ചു. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവൻ അവനെ കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. സിസ്റ്ററെ, ചുമന്ന ചുരിദാറ്, ചുമന്ന ആദ്യമായിട്ട് വന്നെന്ന് പറഞ്ഞേ, എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? ആ വചനം വായിക്കുമ്പോൾ എന്താ മനസ്സിലായി? ഞാൻ പിടിക്കാൻ നോക്കുന്നില്ല കേട്ടോ, അകത്ത് ഈ സാധനം കയറാൻ വേണ്ടിയാ. യേശയ്യാ 53:10 സിസ്റ്റർ ഒന്നുകൂടി വായിച്ചേ. 53:10 ഒന്നുകൂടി വായിച്ചേ സിസ്റ്റർ, ഒന്ന് കേക്കട്ടെ. 53:10. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവൻ അവനെ കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. ഇനി പറ, എന്താണ് അതിൽ യഹോവയുടെ ഇഷ്ടം? സന്തതിയെ കാണുക, ഇതാണ് യഹോവയുടെ ഇഷ്ടം. മനസ്സിലായോ? അതിന്റെ അർത്ഥം ദൈവപുത്രന്മാരെ കാണണം. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. ക്രിസ്തു മുഖാന്തരം. മനസ്സിലായോ? സ്വർഗീയ പിതാവിന് ക്രിസ്തു മുഖാന്തരം സന്തതിയെ കാരണം. ഇതാണ് ക്രിസ്തു പറയുന്നത്, ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. മനസ്സിലായോ? ഹല്ലേലൂയ. ഇത് തലമുറ മാറി അസ്തിത്വം മാറുകയാണ്. മനുഷ്യന്റെ അസ്തിത്വത്തിൽ നിന്ന് ദൈവപുത്രന്മാരുടെ അസ്തിത്വത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ്. ഇതാണ് കാൽവരി ക്രൂശിലെ യാഗത്തിലാണ് പുതിയ സൃഷ്ടികർമ്മം നടന്നത്. ഹല്ലേലൂയ. ഇപ്പൊ നടക്കുന്നത് സൃഷ്ടികർമ്മമല്ല, അതിലേക്കുള്ള വീണ്ടും ജനനമാണ്. ഹല്ലേലൂയ. യേശു കർത്താവിനെ കുറിച്ചുള്ള ആ ദിവ്യമായ സുവിശേഷം നാം അറിയിക്കുമ്പോൾ ഇതാ അവിടെ ക്രിസ്തുവിൽ നാം വീണ്ടും ജനിക്കപ്പെടുവാനായിട്ട് ഇടയാകുന്നു. അങ്ങനെ ആദത്തിന്റെ തലമുറയിൽ നിന്ന് നാം ക്രിസ്തുവിന്റെ തലമുറയിലേക്ക് മാറുകയാണ്. പഴയ സൃഷ്ടിയിൽ നിന്ന് പുതിയ സൃഷ്ടിയിലേക്ക് മാറുകയാണ്. ആദത്തിന്റെ തലമുറ മുഴുവൻ ജഡമാണ്, ഇവിടെ കൊണ്ട് തീരുന്നു. ക്രിസ്തുവിന്റെ തലമുറ അത് ആത്മാവാണ്, അത് ദീർഘായുസാണ്. ഹല്ലേലൂയ. ഇതാണ് ദീർഘായുസ് പ്രാപിക്കുക. അത് ജഡം കൊണ്ട് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ഈ ക്രിസ്തു ഇപ്പോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9:6 എന്ന് പറയുന്നുണ്ട്. അവിടെ പറയാണ്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ആരെയാ പിതാവ് എന്ന് വിളിക്കുന്നത്? ആരെയാ പിതാവ് എന്ന് വിളിക്കുന്നത്? നിങ്ങള് ബന്റെ പേരെന്താ? മോഹനൻ. കുടുംബമുണ്ടോ? മക്കളുണ്ടോ? ഓക്കെ. മോഹനൻ ജനിച്ച് വളർന്നിങ്ങനെ ഓടി നടക്കുമ്പോ മോഹനൻ കുഞ്ഞിങ്ങനെ നടക്കുക. 4 വയസ്സ്, 5 വയസ്സ്, 8 വയസ്സ്. ആരെങ്കിലും അപ്പാന്ന് വിളിച്ചാ എന്താ വിളിക്കാഞ്ഞേ? ഉള്ള കാര്യം പറ. നമ്മൾ ഒരുമിച്ച് പഠിപ്പിക്കുക. എന്താ വിളിക്കാഞ്ഞേ? എന്താ അപ്പാന്ന് വിളിക്കാഞ്ഞ? ആരും ചെറുപ്പമാണ്. ചെറുപ്പക്കാരൊന്നും ചെറുപ്പത്തിന് അപ്പാന്ന് വിളിക്കുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു തരട്ടെ. മക്കളില്ല, അതുകൊണ്ടാ അപ്പാന്ന് വിളിക്കാഞ്ഞേ. മക്കള് ഇല്ല, കല്യാണം കഴിച്ചു, ഒരു കുഞ്ഞായി, അപ്പൊ ആൾ എന്നെ വിളിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം ഒരാളെ ഞാൻ വിളിച്ചു, ബ്രാൻഡിനും അപ്പനാണല്ലോ, പുതിയ അപ്പനാണല്ലോ, ഒരു കുഞ്ഞ് ജനിച്ചപ്പോ ഇല്ലേ അപ്പാന്ന്. അപ്പൊ ആരെയാ അപ്പാന്ന് വിളിക്കുക? മക്കളുള്ളവരെയാ. യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്.
അവൻ നിത്യപിതാവേ എന്ന് വിളിക്കപ്പെടും. സ്വർഗസ്ഥ പിതാവിനെ ആരും പിതാവെന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവചിക്കൊന്നും വേണ്ട, ഓൾറെഡി പിതാവാ. യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്, അവൻ നിത്യപിതാവേ എന്ന് വിളിക്കപ്പെടും. ഇപ്പൊ ഞാൻ വേറെ 8 വയസ്സിൽ ഓടി നടക്കുക, അപ്പൊ ഞാൻ പറയാണ് മോഹനൻ ഒരു പിതാവേ എന്ന് വിളിക്കപ്പെടും. അങ്ങനെയെങ്കിൽ ആ പ്രവചനം കല്യാണം കഴിച്ച് കുഞ്ഞുണ്ടായപ്പോൾ നിവർത്തിച്ചില്ലേ? അതാണ് മോഹനന്റെ പുതിയ പേര്. അങ്ങനെ യേശുവിന്റെ പുതിയ പേരാണ് നിത്യപിതാവ്. മനസ്സിലാകുന്നുണ്ടോ? യേശുവിന്റെ പുതിയ പേരാണ് പിതാവ്. അപ്പൊ മക്കൾ ജനിച്ചപ്പോ കാൽവരി ക്രൂശിൽ സന്തതിയെ കണ്ടപ്പോ യേശു ആരായി? പിതാവായി. പിന്നെ യേശു പറയാണ്, ആ പിതാക്കന്മാരൊന്നും ഈ ഭൂമിയിൽ ഒരു പിതാവും നിത്യപിതാവല്ല, എല്ലാം മരിച്ചു പോകും. യേശു പറയാണ്, മരിച്ചവനായിരുന്നു എന്നാൽ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. അപ്പൊ ഈ പിതാവ് ആരായി? നിത്യപിതാവായില്ലേ? ഈ നിത്യപിതാവായ ക്രിസ്തുവിനും നമുക്കും എല്ലാം ഒരു പിതാവുണ്ട്, അതാണ് സ്വർഗസ്ഥ പിതാവ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായ കാര്യം ക്ലിയർ ആയി. അല്ലാണ്ട് പിതാവിനെ സ്വർഗസ്ഥ പിതാവിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഈ വചനം എടുത്ത് ഉപയോഗിക്കരുത്. ഹല്ലേലൂയ. യേശുക്രിസ്തു നമുക്ക് പിതാവാണ്. ഏത് പിതാവ്? മുഖാന്തരം. സ്വർഗീയ പിതാവ് നമുക്ക് പിതാവാണ്. ഏത് പിതാവ്? കാരണഭൂതൻ. ഈ അറിവ് എല്ലാവർക്കും ഇല്ല. നമ്മൾ വളരെ വ്യക്തതയോടെ 1 കൊരിന്ത്യർ 8-5 വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, 6-7 വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, ഈ അറിവ് എല്ലാവർക്കും ഇല്ല. ദൈവങ്ങൾ എന്ന് പറയുന്നവർ ആകാശത്തിലും ഭൂമിയിലും ധാരാളമുണ്ട്, ഇതിന്റെ നടുവിൽ പിതാവായ ഏകദൈവമേ ഉള്ളൂ. ആ പിതാവ് സകലത്തിനും കാരണഭൂതനാണ്. കാരണഭൂതൻ. തുടർന്ന് യേശുവിനെ കുറിച്ച് പറയുന്നു, യേശു ക്രിസ്തു ഏക കർത്താവ് നമുക്കുണ്ട്. ആ യേശു കർത്താവ് കാരണഭൂതനല്ല, മുഖാന്തരമാണ്. സ്വർഗീയ കുടുംബത്തിൽ ഒരു പിതാവുണ്ട്, സ്വർഗസ്ഥ പിതാവ്. അപ്പോൾ തന്നെ ക്രിസ്തു ഉണ്ട്, കാരണഭൂതനായ ക്രിസ്തു അല്ല, മുഖാന്തരമായ ക്രിസ്തു. സ്വർഗീയ പിതാവ് കാരണഭൂതൻ, മുഖാന്തരമായ ക്രിസ്തു. ഭൂമിയിൽ ഒരു കുടുംബത്തിൽ പിതാവ് കാരണഭൂതൻ, മാതാവ് മുഖാന്തരം. പിതാവിനും മാതാവ് മുഖാന്തരം ജനിച്ച മക്കളാണ് നമ്മൾ. സ്വർഗീയ കുടുംബത്തിൽ പിതാവ് കാരണഭൂതൻ, ക്രിസ്തു മുഖാന്തരം. കാരണഭൂതനായ പിതാവിന് ക്രിസ്തു മുഖാന്തരം ജനിച്ച മക്കളാണ് നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ തിരിച്ചറിവൊന്നും ഇല്ലാതെ പണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചു, അതിന്റെ മുകളിൽ അത് ശരിയാണെന്ന് ശരിയാക്കി വരുത്തി തീർക്കാൻ പോകരുത്. പകരം സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കണം. റെവലേഷൻ ഈസ് പ്രോഗ്രസീവ്. ഇത് തിരിച്ചറിഞ്ഞിട്ട് സത്യം മനസ്സിലാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് അതിൽ സൈൻ ചെയ്യും. അല്ല, പാരമ്പര്യത്തിൽ മുറുകെ പിടിക്കാനാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് വരത്തില്ല. നമ്മൾ അനേക എററുകളിൽ തട്ടി വീണു പോകാനായിട്ട് ഇടയാകും. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് രാവിലെ നമ്മൾ കേട്ടതെന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഹല്ലേലൂയ. മാനവകുലത്തിൽ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ആ അത്ഭുതമാണ് പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. അസ്തിത്വം മാറുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. ഇതിനൊക്കെ നമ്മുടെ കേരള ഗവൺമെന്റ് തന്നെ കാരണം, അല്ല ഡൽഹി ഗവൺമെന്റ് തന്നെ കാരണം, ലോക ഗവൺമെന്റ് തന്നെ കാരണം, ലോക ബാങ്ക് കാരണം, WHO കാരണം എന്നല്ല പറയുന്നത്. ഇതിനൊക്കെ ദൈവം തന്നെ കാരണം. ഹല്ലേലൂയ. ഇതിനൊക്കെ ദൈവം തന്നെ കാരണം. ദൈവത്തിന്റെ പ്രൊജക്റ്റാ, വണ്ടർ ആകാതിരിക്കുവോ? ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ചേർന്ന് ഈ പ്രൊജക്ടിനോട് ചേരാം. നമുക്ക് ദൈവ കുടുംബത്തോട് ക്രിസ്തുവിൽ നമുക്ക് ഒന്നാകാം. ഇതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളോട് ഒന്നാകണം. നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഞാനും പിതാവ് ഒന്നാന്ന് യേശു പറഞ്ഞില്ലേ? അവരൊന്നാ, നമ്മൾ വേറെ. അങ്ങനെയല്ല. യേശു അത് ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ യേശു പല പ്രാവശ്യം പറഞ്ഞു, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളോട് ഒന്നായി തീരണം. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിലെ ചില വചനങ്ങൾ വെച്ച് മറ്റു വചനങ്ങളെ കട്ട് ചെയ്ത് കളയാതെ എല്ലാ വചനങ്ങളും സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സത്യത്തിൽ നിലനിന്നാൽ ക്രിസ്തുവിൽ പിതാവുമായി ഒരു കുടുംബമായി നമുക്ക് മാറാം. അതിനായി നമ്മളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. നമുക്ക് എഴുന്നേക്കാം, പ്രാർത്ഥിക്കാം. ഈ സെക്ഷൻ ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യും. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. Oh Father, we thank you, we give you glory. Lord, I love you, give you glory. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയട്ടെ. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവം നമ്മളെ വിളിച്ചത് ദൈവത്തോടുകൂടെ ജീവിപ്പാനാണ്. അതാണ് പർപ്പസ്. എന്നാൽ അതിന്റെ പ്ലാൻ യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ രക്ഷിച്ചെടുത്തു എന്ന് നാം കേട്ടു. എന്നാൽ പിശാചും അവന്റെ ടീമും അറിവില്ലാത്ത സഹോദരങ്ങളും ചേർന്ന് യേശുവിൽ കൊണ്ടുചെന്ന് അവസാനിപ്പിച്ചു, രക്ഷയിൽ കൊണ്ടുചെന്ന് അവസാനിപ്പിച്ചു. ദൈവത്തോടുകൂടെ ജീവിക്കുന്ന ജീവിതത്തെക്കുറിച്ച്, ആ ദൈവരാജ്യ സുവിശേഷത്തെക്കുറിച്ച് ഇന്ന് മനുഷ്യരുടെ ഇടയിൽ അത് മറച്ചു കളഞ്ഞു. ഈ പ്രവൃത്തി ചെയ്യുന്നത് പിശാചാണ്.
സംഘം 4:4 പറയുന്നു, ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, അതായത് യേശു പ്രസംഗിച്ച സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി. ഇതത് കുരുടാക്കി വെച്ചിരിക്കുന്നു. എന്നാൽ പ്രിയ സഹോദര സഹോദരി, ഇന്ന് പിശാച് കുരുടാക്കിയത് ദൈവം കുഞ്ഞെ നിന്റെ മുമ്പിൽ തുറന്നു. ഇനിയും അത് അടച്ചു കളയാൻ അനുവദിക്കാതെ ആ സുവിശേഷത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുവാൻ. പ്രിയമകനെ, പ്രിയമകളെ, ഇതിനെ ദൈവം ക്ഷണിക്കുകയാണ്. ഇതിൽ അവസരം നിനക്ക് തന്നിരിക്കുകയാണ്. അതിനായി സമർപ്പിക്കുന്നവർക്കായി ദൈവത്തിന് മുമ്പിൽ സ്തോത്രം ചെയ്യുകയാണ്. അതിനായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആളുമാറിയ തലത്തിലേക്ക് മാറും ഏൽപ്പിച്ചു കൊടുക്കാമോ? നാം കേട്ടതുപോലെ ഏതാനും സമയങ്ങൾക്കുള്ളിൽ നമുക്ക് അനുവദിച്ച ഓക്സിജൻ പിൻവലിക്കപ്പെടും, തീരും. അത് നാം ഈ ഭൂമിയിൽ നിന്ന്, ഈ ജഡത്തിൽ നിന്ന്, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കാത്ത ഈ ജഡത്തിൽ നിന്ന് മാറ്റപ്പെടും. അപ്പോൾ നമ്മുടെ സോൾ അവിടെ പ്രവേശിക്കാൻ ചെല്ലുമ്പോൾ മത്തായി 7:21, 22, 21 പറഞ്ഞ ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെ അനുഭവം നമുക്ക് ഒരിക്കലും ഉണ്ടാകരുത്. യേശുവിനെ കാണാൻ അവസരം കിട്ടി, പക്ഷെ തുടർന്ന് പിതാവിന്റെ അടുക്കിലേക്ക് പോകാൻ അവസരം കിട്ടിയില്ല. യേശു അവിടെ നിന്ന് പുറത്താക്കി. ഈ അനുഭവം നമുക്കുണ്ടാകരുത്. ഈ നാളുകളിൽ യേശു അവിടെ ചോദിച്ച കാര്യം, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. സ്വർഗ്ഗത്തിൽ കയറ്റുന്നത് എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരെയാണ്. എന്താണ് പിതാവിന്റെ ഇഷ്ടം? ശുദ്ധീകരണത്തിലൂടെ നാം ദൈവപുത്രന്മാരായി വെളിപ്പെടാം. ശുദ്ധീകരണത്തിലൂടെ ഞാൻ നിങ്ങൾ ദൈവപുത്രന്മാരായി വെളിപ്പെടണം. ദൈവത്തിന് ഇഷ്ടമാണ് നമ്മുടെ ശുദ്ധീകരണം തന്നെ. അതിനായി നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിക്കാം. ആളുമാറിയ തലത്തിലേക്ക് മാറാം. നാം സുവിശേഷം അറിയിക്കുന്നവരെങ്കിൽ നാം അറിയിച്ച സുവിശേഷം, അതിന്റെ ആഴം, അതിൻ്റെതായ വ്യാപ്തി നാം സുവിശേഷം അറിയിച്ചവർ തിരിച്ചറിയുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. അതോ ഞാനൊരു കാഷ്വൽ ആയിട്ടൊരു സുവിശേഷം, രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എന്താ രക്ഷ എന്ന് പോലും അറിയാതെ ഞാൻ പറയുന്ന ഒരു സുവിശേഷം കൊണ്ട് ആളുകളെ രക്ഷയിലെത്തിക്കാൻ കഴിയുമോ? ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയുമോ? ഈ നാളുകളിൽ അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ നീളവും അതിൻ്റെ ഉയരവും അതിൻ്റെ ആഴവും ഒക്കെ നമ്മൾ ആദ്യം തിരിച്ചറിയണം. എന്നാൽ അത് നാം അറിയിക്കുമ്പോൾ മറ്റുള്ളവരെ അറിയിപ്പാൻ അതൊരു സഹായകരമായി തീരും. സമർപ്പിക്കുന്നവർക്കായി സ്തോത്രം. സ്വർഗീയ പിതാവേ, ഈ മക്കളെ ഏവരെയും ഞങ്ങളുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും ക്രിസ്തുവിൽ അങ്ങുമായി ഒന്നായി തീരുവാൻ അങ്ങ് ഈ മഹാസുവിശേഷത്തെ ഞങ്ങളുടെ ഇടയിൽ അയച്ചു. ജഡരൂപത്തിൽ നിന്ന് ആത്മരൂപത്തിലേക്ക് മാറുവാൻ, ഭൂമിയിലുള്ളവനിൽ നിന്ന് ഉയരത്തിലുള്ളവനിലേക്ക് മാറുവാൻ, ഒന്നാം ആലത്തിൽ നിന്ന് ഒടുക്കത്തെ ആലത്തിലേക്ക് മാറുവാൻ അങ്ങ് തന്ന മഹാവസരത്തിനായി നന്ദി. പ്രിയമക്കളെ, ഈ ശബ്ദ കാഴ്ച പരിധിയിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും യേശു കർത്താവിനെ നിങ്ങളുടെ കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, യേശുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി യേശുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് തുടർന്ന് യേശുവെ തലയാക്കി യേശുവെ അനുഗമിച്ച് അനുസരിപ്പാൻ പ്രിയമകനെ നീ തീരുമാനം എടുക്കുന്നുവെങ്കിൽ ഈ ദിവ്യമായ സ്വർഗീയ കുടുംബത്തിലേക്ക് നിനക്ക് പ്രവേശനമുണ്ട് എന്ന് നിന്നെ അറിയിക്കുകയാണ്. നിന്റെ ഹൃദയത്തിൽ യേശുവിനെ നിന്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് ഇതാ യേശു ദൈവപുത്രനാണെന്നും മരിച്ചതിന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് വിശ്വസിച്ചുകൊണ്ട് യേശു അനുഗമിപ്പാൻ ഇത് ആലോചന പറഞ്ഞു തരികയാണ്. സ്വകീയ പിതാവെ, ഹൃദയം പ്രകാശിപ്പിച്ചതും അങ്ങയുടെ മക്കളെ അറിയിച്ചിരിക്കുന്നു. പ്രിയ നല്ല നാഥ, ഒരു കുഞ്ഞിനെ പോലും അങ്ങ് നഷ്ടപ്പെടുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ലല്ലോ. എല്ലാവരും ക്രിസ്തുവിൽ തികഞ്ഞവരായി അങ്ങിൽ എത്തുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ കരുതിയതായി നന്ദി. തുടർന്നും അങ്ങയുടെ കരങ്ങളിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. ഒരുക്കപ്പെട്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കുമായി നന്ദി. സർവ്വമഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. തുടർന്ന് അടുത്ത സെക്ഷനിൽ നമുക്ക് കേൾക്കാം.